കൺവെൻഷൻ്റെ ഒന്നാം ദിനം. സങ്കീർത്തനങ്ങൾ 127, 1-2 വാക്യങ്ങൾ. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാരൻ വൃഥാ ജാഗരിക്കുന്നു എന്നീ വാക്യങ്ങളെ ആസ്പദമാക്കി നമ്മെ കാണുകയും കേൾക്കുകയും അറിയുകയും ഇറങ്ങി വരികയും ചെയ്യുന്ന അഭയശൈലമായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത അച്ഛൻ്റെ ചിന്താധാരകൾക്കായി നമുക്ക് കാതോർക്കാം. പരീക്ഷ എന്റെ ദൈവം
സ്നേഹബഹുമാനപ്പെട്ട വൈദികരെ, മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, പരിശുദ്ധ സങ്കീർത്തനങ്ങൾ 127-ൻ്റെ 1-2 വചനങ്ങളെ അടിസ്ഥാനമാക്കി ഈ ദിവസത്തിലെ ആദ്യത്തെ കൊച്ചു ചിന്ത നമ്മൾ പങ്കുവയ്ക്കുന്നു. സങ്കീർത്തനം 127-ൻ്റെ 1-2 ഇപ്രകാരം നമ്മളവിടെ വായിക്കുന്നു: യഹോവയായ ദൈവം വീട് പണിതില്ലെങ്കിൽ വീട്ടുകാരുടെ അധ്വാനം നിഷ്ഫലമാണ്. യഹോവയായ ദൈവം നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാട് ഉറക്കൊഴിവും വ്യർത്ഥം. നമ്മുടെ ഈ സന്ധ്യാ കൺവെൻഷൻ്റെ ആദ്യ നിമിഷത്തിൽ യഹോവയായ ദൈവം നമ്മോട് ചോദിക്കും, മകനെ, മകളെ, നിൻ്റെ വീട് പണിതത് ഞാനാണോ അതോ അബുദാബിയിലെ നിൻ്റെ പണമാണോ? 2 വിധത്തിൽ നമുക്ക് വീട് പണിയാം. ഇവിടുത്തെ ദിറം നാട്ടിൽ 17 ഇരട്ടിയാക്കി അങ്ങനെ വീട് പണിയാം, സ്ഥലം മേടിക്കാം. ദൈവത്തോട് ആലോചന ചോദിച്ച് നമുക്ക് വീട് പണിയാം. യഹോവയായ ദൈവമാണ് വീട് പണിതതെങ്കിൽ ക്യാൻസർ വന്നാലും, കടബാധ്യത വന്നാലും, പേരുദോഷം വന്നാലും, തകർച്ച വന്നാലും തകരുകയില്ല, പിടിച്ചു നിൽക്കും. നമ്മുടെ യാത്ര യഹോവയായ ദൈവത്തോടൊത്താണ്. എൻ്റെ സാമർഥ്യവും ശക്തിയും കൊണ്ടാണ് വീട് പണിയുന്നതെങ്കിൽ ചെറിയ പ്രശ്നം വരുമ്പോൾ ഞാൻ തകർന്നു പോകും. ഓർത്തതുപോലെ ഭർത്താവ് പെരുമാറാതെ വരുമ്പോൾ, ഓർത്തതുപോലെ ഭാര്യ പ്രതികരിക്കാതെ വരുമ്പോൾ, ഓർത്തതുപോലെ മക്കൾ വളരാതെ വരുമ്പോൾ, ജോലിയിൽ ഒരു മാന്ദ്യം വരുമ്പോൾ, ശമ്പളത്തിൽ ഇടിവ് വരുമ്പോൾ, ചെറുതും വലുതുമായ കാര്യങ്ങൾ നമ്മളെ പിടിച്ച് ഒലയ്ക്കും. പക്ഷേ കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരെ ഒന്നും തളർത്തുകയില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ ഒരു ആദിവാസി മൂപ്പൻ റോഡ് സൈഡിലുള്ള വലിയ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. ആൾക്കാരൊക്കെ താഴെ വന്നു. മൂപ്പരെ ഭാര്യയുടെ സാരി കൈ പിടിച്ചുകൊണ്ടാണ് മരത്തിൻ്റെ മുകളിലിരിക്കുന്നത്. അയാൾ പറഞ്ഞു, ബാങ്കിൽ നിന്ന് ഞാനെടുത്ത ലോൺ ആരെങ്കിലും വീട്ടിലില്ലെങ്കിൽ ഞാനിപ്പം ഈ മരത്തിൽ നിന്ന് ചാടി തൂങ്ങിച്ചാവും. രാഷ്ട്രീയക്കാരും സാമൂഹ്യ പ്രവർത്തകരൊക്കെ പായിട്ട് പരമ്പിട്ട് ചാക്കിട്ട് താഴെ വന്നു. മൂപ്പര് അവിവേകം കാണിക്കരുത്, പരിഹാരം ഉണ്ടാക്കാം. അയാൾ പറഞ്ഞു, ഉപദേശം പോരാ, ആരെങ്കിലും ലോൺ വീട്ടുവോ എങ്കിലും ഇറങ്ങി വരാം, ഇല്ലെങ്കിൽ ഞാനിപ്പം തൂങ്ങിച്ചാവും. വീണ്ടും ആൾക്കാർ പറഞ്ഞു, ചാടരുത്, ചാകരുത്, പരിഹാരമുണ്ട്. അപ്പോൾ ആദിവാസി മൂപ്പൻ പറഞ്ഞു, ഈ നാട്ടിൽ ക്ഷാമമില്ലാത്ത ഒരു ദേശമേ ഉള്ളൂ, അത് ഉപദേശമാണ്. അത് കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുമുണ്ട്. പക്ഷേ കഷ്ടപ്പെടാൻ ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാവരും നോക്കി നിൽക്കേ. ആദിവാസി മൂപ്പൻ ഭാര്യയുടെ സാരി കഴുത്തിൽ മുറുക്കി കെട്ടി എല്ലാവരും നോക്കി നിൽക്കേ. മരത്തേന്ന് തൂങ്ങി ഒറ്റച്ചാട്ടം. ചാടിയ സെക്കൻഡിൽ മൂപ്പര് താഴെ വീണ് നടുവ് ഉളുക്കിപ്പോയി, ഒരം തെന്നിപ്പോയി, ഉപ്പൂറ്റി ചതഞ്ഞു പോയി. എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ, ആവേശം മൂത്ത മൂപ്പൻ തൂങ്ങിച്ചാകാനായിട്ട് കഴുത്തേലെ സാരി കെട്ടിയപ്പം മരത്തെ കെട്ടാൻ മറന്നുപോയി. ഇതാണ് പ്രശ്നം. ഇന്ന് ഒരുപാട് പേരുണ്ട് കഴുത്തേ കെട്ടുന്നവരും മരത്തെ കെട്ടാൻ മറന്നുപോയവരും. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ ശമ്പളം, എൻ്റെ ശബ്ദം, എൻ്റെ സൗന്ദര്യം, എൻ്റെ സ്വാധീനം, എൻ്റെ മക്കൾ, അവരുടെ പഠനം, എൻ്റെ ബാങ്ക് ബാലൻസ്, നാട്ടിലെ വീട്, കഴുത്തേക്കെട്ട് ഒത്തിരിയാണ്. പക്ഷേ മരത്തേക്കെട്ട് മറന്നുപോയി. സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാന, സഭാ കൂട്ടായ്മ, ധ്യാനം, ഇതൊക്കെ മറന്നിട്ട് സാമർത്ഥ്യത്തിൽ ആശ്രയിച്ച് പോകുമ്പോൾ കർത്താവ് ഓർമ്മിപ്പിക്കുന്നു, യഹോവയായ ദൈവം വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാട് അധ്വാനം നിഷ്ഫലമാണ്. യഹോവയായ ദൈവം നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാരുടെ ഉറക്കൊഴിവും വ്യർത്ഥമാണ്. ഈ യഹോവയായ ദൈവത്തെ പഴയ നിയമ കാലഘട്ടം വിളിച്ചത് അഭയശില എന്നാണ്. യഹോവയായ ദൈവത്തിന് വേദപുസ്തകം കൊടുക്കുന്ന വാക്കാണ് അഭയശില. അതാണ് പർവ്വതങ്ങളിലേക്ക്, പാറക്കൂട്ടങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തി. എൻ്റെ രക്ഷ എൻ്റെ യഹോവയായ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തെ പാറ, അഭയശില എന്ന് ബൈബിൾ വിളിക്കും. കാരണം 10,000 വർഷം പഴക്കമുള്ള ഇസ്രയേലിൻ്റെ പരിശുദ്ധ പാരമ്പര്യത്തിൽ അവർ കരുതിയിരുന്നു ലോകത്തിൻ്റെ കേന്ദ്രം ജെറുസലേം ദേവാലയം ഇരിക്കുന്ന സ്ഥലമാണ്. ഈ ലോകത്തിൻ്റെ സെൻറ്റർ ജെറുസലേം ദേവാലയത്തിൻ്റെ ബലിപീഠം ഇരിക്കുന്ന സ്ഥലമാണ്. അന്ന് 2 നിയമങ്ങളുണ്ടായിരുന്നു ഇസ്രയേലിൽ. ഒന്ന്, മോശയിലൂടെ യഹോവയായ ദൈവം നൽകിയ 10 പ്രമാണങ്ങൾ. 2, ഹമ്രാബി എന്ന ക്രൂരനായ ഭരണാധികാരി കൊടുത്ത കൽപ്പനകൾ. ഹമ്രാബിയുടെ നിയമമാണ് മുസ്ലിം രാജ്യങ്ങളിൽ ഇന്നും അവർ അനുകരിക്കുക. കണ്ണു കുത്തിപ്പൊട്ടിക്കുക, കൈ വെട്ടിക്കളയുക, നാക്ക് മുറിക്കുക, കാല് മുറിക്കുക.
ഹമ്രാബി പറഞ്ഞതാണ്, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. അതാണ് യേശു ക്രിസ്തു പറയുക, കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് ദ കോഡ് ഓഫ് ഹമ്രാബിയിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത്രയും കടുപ്പമുള്ള നിയമമുണ്ടായിരുന്ന ഇസ്രയേലിൻ്റെ ഒരു കീഴ്വഴക്കമായിരുന്നു, ഒരുവൻ കൊലപാതകം ചെയ്തിട്ട് പോകുമ്പോൾ ഹമ്രാബി പറഞ്ഞു, കൊന്നവനെ കൊല്ലപ്പെട്ടവൻ്റെ ടീമംഗങ്ങൾ തിരിച്ചു കൊല്ലണം. മോഷ്ടാവ് ഓടിപ്പോകുമ്പോൾ അവനെ തല്ലി വീഴിക്കണം. പക്ഷേ അവിടെ ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു, കൊലപാതകി ഓടിച്ചെന്ന് ദേവാലയത്തിൻ്റെ ബലിപീഠത്തെ തൊട്ടാൽ, വലിയ ദേവാലയമായ സിറ്റിയിലെ ജെറുസലേം ദേവാലയവും ഗ്രാമത്തിലെ ദേവാലയമായ സിനഗോഗും, ഗ്രാമങ്ങളിലെ ദേവാലയത്തെ സിനഗോഗെന്നും സിറ്റിയിലെ ദേവാലയത്തെ ദേവാലയമെന്നും വിളിച്ചെടുത്ത് മധുപകை ബലിപീഠത്തിൽ തൊട്ടോ പിന്നെ തൊടാൻ പറ്റുകയില്ല. ഇതിൽ നിന്നും അമേരിക്ക നിയമാവലി എഴുതിയപ്പോൾ അമേരിക്കയിൽ ഒരു ചിന്ത വന്നു. ക്യൂബയിൽ നിന്നും ഒരു അഭയാർത്ഥി അറ്റ്ലാന്റിക് സമുദ്രം നീന്തിക്കടന്ന് ആദ്യം എത്തുന്നത് ഫ്ലോറിഡയിലാണ്. ഫ്ലോറിഡയിലെ മയാമിയുടെ മണ്ണിൽ തൊട്ടാൽ പിന്നെ അമേരിക്ക പൗരത്വം കൊടുക്കണം. അവേശയിലെ തൊട്ടവന് ഉപേക്ഷിക്കാൻ പറ്റുകയില്ല. നമ്മുടെ നാട്ടിൽ ഹിന്ദുക്കൾക്കിടയിലും ആ ചിന്ത വന്നു. ഇന്ത്യയിൽ കശാപ്പുകാരൻ്റെ കടയിൽ നിന്നും ഒരു കാള കയറ് പൊട്ടിച്ചോടി ക്ഷേത്രത്തിൽ കയറിയാൽ ആ കാളയെ കൊല്ലരുത്, അമ്പലക്കാള എന്ന് വിളിക്കപ്പെടും. അത് ഹിന്ദുവിൻ്റെ കണ്ടുപിടുത്തമല്ല, 10,000 വർഷം പഴക്കമുള്ള ഇസ്രയേലിൻ്റെ പരിശുദ്ധ പാരമ്പര്യത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ് അഭയശില. ഈ അഭയശിലയായ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദശാംശം ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പം ആർക്കു വേണ്ടിയാണ് കൊടുക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. ജീവിതത്തിൻ്റെ ദശാംശം സമയമായിട്ടാകാം, ആരോഗ്യമാകാം, സ്വത്താകാം, രക്തമാകാം, വൃക്കദാനം ചെയ്തവരാകാം, പലതും കൊടുക്കുന്നവരുണ്ട്. ഇത് ആരുടെ നാമത്തിൽ ആർക്കു വേണ്ടിയാണ് കൊടുക്കുക? ഈ യഹോവയായ ദൈവം എന്ത് ചെയ്യുന്നു? വിശുദ്ധ വേദപുസ്തകം പറയും, യഹോവയായ ദൈവം 4 പ്രവൃത്തികൾ ചെയ്യും. അതാണ് നമ്മൾ കാണുക. പുറപ്പാടിൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. 4 മുതൽ മോശയോട് ദൈവം പറയുന്നു, യഹോവയായ ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ. 1, യഹോവ കാണുന്നവനാണ്. 2, യഹോവ കേൾക്കുന്നവനാണ്. 3, യഹോവ അറിയുന്നവനാണ്. 4, യഹോവ ഇറങ്ങി വരുന്നവനാണ്. നിൻ്റെ പ്രാർത്ഥന ഞാൻ കേട്ടു, നിൻ്റെ അലച്ചിൽ ഞാൻ കണ്ടു, നിൻ്റെ മനസ്സിൻ്റെ മുറിവ് ഞാൻ അറിഞ്ഞു. ഞാൻ നിനക്കടിയിൽ ഇറങ്ങി വരുന്ന ദൈവം. ഇപ്പം ദൈവം ചെയ്യുന്ന 4 പ്രവൃത്തികൾ: 1, കാണുന്നവൻ; 2, കേൾക്കുന്നവൻ; 3, അറിയുന്നവൻ; 4, ഇറങ്ങി വരുന്നവൻ. യഹോവയായ ദൈവം കാണുന്നവനാണ്. 139-ാം സങ്കീർത്തനം. എൻ്റെ ദൈവമേ, പറന്ന് പറന്ന് പർവ്വതത്തിന് മുകളിൽ ചെന്നാൽ നീ അവിടെ എന്നെ കാണും. മത്സ്യത്തെ പോലെ ഊഴിയിട്ട് ആഴിയുടെ അഗാധങ്ങളിൽ ചെന്നാൽ നീ അവിടെയും എന്നെ കാണും. ദൈവം കാണുന്നവനാണ്. ലോകത്ത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ ഓർമ്മ ആരും കാണുകയില്ലെന്ന, പക്ഷെ ദൈവം എല്ലാം കാണുന്നവനാണ്. 10 രൂപ നേർച്ചയിടാൻ കഴിവുള്ള ആൾ 50 രൂപ ഇടുമ്പം ദൈവം അത് കാണും. 50 ഇടാൻ കഴിവുള്ളവൻ 5 രൂപയിൽ ഒതുക്കുമ്പം ദൈവം അതും കാണും. ഒരു ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് അമ്മയും 6 വയസ്സുള്ള മോനും കൂടെ വീട്ടിലോട്ട് പോകുമ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മോനെ എന്നാ ഉണക്കപ്പള്ളിയാണ്, വരണ്ട കുർബാന, ഉണങ്ങിയ പ്രസംഗം, ഓർഗന് ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, മൈക്കിനും ശബ്ദം പോരാ, എന്തോ ഒരു ഉണങ്ങിയ പള്ളിയായത്. ഉടനെ 6 വയസ്സുകാരൻ മറുപടി, എൻ്റെ അമ്മച്ചി 5 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായിട്ടാണ്? കാരണം കൊച്ചു കണ്ടു അമ്മ ഇടുന്നത് എന്താണെന്ന്. ദൈവമായ കർത്താവ് കാണുന്നവനായ ദൈവമാണ്. എന്ത് ചെയ്താലും അവിടുന്ന് കാണുന്നവനാണ്. ചില നല്ല അമ്മച്ചിമാർ പറയും, എൻ്റെ അച്ഛ കെട്ടിയവൻ കണ്ടില്ലേലും മക്കളും മരുമക്കളും നാത്തൂനും ഗോത്രങ്ങളും കണ്ടില്ലേലും തമ്പുരാൻ കാണുന്നുണ്ടല്ലോ. എവിടെ ഇരുന്നാൽ കാണുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എവിടെയോ കാണുന്നുണ്ട്. നമ്മുടെ ഉറപ്പത്. TN ശേഷൻ, ഇന്ത്യയുടെ മുൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, അദ്ദേഹം തൃശ്ശൂരിൽ ഒരു പ്രോഗ്രാമിന് വന്നപ്പം ഗുരുവായൂരിൽ ക്ഷേത്രം പണിയുന്ന ഒരു ക്ഷേത്ര കമ്മിറ്റിക്കാർ ശേഷനെ കാണാൻ വന്നു. അവർ പറഞ്ഞു, ഞങ്ങളൊരു ക്ഷേത്രം പണിയുന്നുണ്ട്. ശേഷന് മനസ്സിലായി സംഭാവന ലക്ഷ്യം. TN ശേഷൻ 500-ൻ്റെ ഒരു പിടയ്ക്കുന്ന നോട്ട് കുടഞ്ഞു കൊടുത്തു. അവർ നോട്ട് മേടിച്ചിട്ട് രസീത് എഴുതി, TN ശേഷൻ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ, ഡൊണേഷൻ 500 രൂപ. രസീത് കൊടുത്തപ്പോൾ ശേഷം പറഞ്ഞു, രസീത് വേണ്ട. അതെന്താ? ഈശ്വരന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കാറില്ല. അതാരെയും കാണിക്കാൻ വേണ്ടിയല്ല, ഈശ്വരൻ്റെ നാമത്തിലാണ്. അപ്പോൾ അവർ ചോദിച്ചു, പിന്നെ എന്തിനാണ് ഞങ്ങളെ കൊണ്ട് കഷ്ടപ്പെട്ട് രസീത് എഴുതിപ്പിച്ചത്? അപ്പം TN ശേഷം പറഞ്ഞു, ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ ഞാൻ കണക്ക് വെക്കുകയിലും ദൈവത്തിൻ്റെ നാമത്തിൽ പിരിക്കുന്ന ആൾക്കാർക്ക് ഒരു കണക്ക് വേണം. അവിടെ രസീത് കത്തിച്ച് ദൂരെ കളഞ്ഞേരെ.
ഇപ്പോൾ ദൈവം കാണുന്നവനാണ്, എല്ലാം കാണുന്നവൻ. ഇപ്പം നമ്മൾ ഓരോ കൊച്ചു കാര്യവും ചെയ്യുമ്പോൾ ഓർക്കുക, ഒരു പാത്രം പച്ചവെള്ളം കൊടുക്കുമ്പോഴും കാണുന്നുണ്ട്. ലേബർ ക്യാമ്പിൽ പാവങ്ങളെ സഹായിക്കുമ്പം, ഇവിടുന്ന് ക്യാൻസർ രോഗികൾക്ക് ഫണ്ട് എത്തിച്ചു കൊടുക്കുമ്പം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുമ്പം ഒരു പത്രത്തിലും വാർത്ത കാണുകയില്ല, പക്ഷേ ദൈവം കാണുന്നുണ്ട്. ഈ ഉറപ്പ് നമുക്ക് വേണം. ഒരു മനുഷ്യൻ ആടിനെ തീറ്റി വനത്തിൻ്റെ സൈഡിൽ ആടിനെ തീറ്റുമ്പോൾ ഒരു മുട്ടാടിനെ കാണാതെ പോയി. മുട്ടാടിനെ കാണാതെ പോയ മനുഷ്യൻ അവിടെയെല്ലാം അലഞ്ഞിട്ടും കാണുന്നില്ല. അവസാനം ഒരു വലിയ മരത്തിന് മുകളിൽ കയറുന്ന താഴോട്ടൊക്കെ നോക്കി, അവിടെ എങ്ങാനും ആടുണ്ടോ, കണ്ടില്ല. അപ്പോഴാണ് ഒരു കാമുകനും കാമുകിയും പ്രേമം മൂത്ത് ഏകാന്തത തേടി ഈ മരത്തിൻ്റെ മൂട്ടി വന്നു. കാമുകൻ കാമുകിയെ കെട്ടിപ്പിടിച്ച് അവിടെ കണ്ണി നോക്കിക്കൊണ്ട് പറയുകയാണ്, ഓമനെ, നിൻ്റെ ഈ കണ്ണുകളിൽ ഈ ലോകത്തെ മുഴുവൻ ഞാൻ കാണുന്നു. ഉടനെ മരത്തിലിരുന്ന ചേട്ടൻ, പൊന്നു മോനെ, അവിടെ എങ്ങാനും എൻ്റെ ആടിനെ കണ്ട നീ പറയാനായിട്ട് മറന്നേക്കരുത്. അപ്പം ദൈവം കാണുന്നവനായ ദൈവം, എല്ലാം കാണുന്നവൻ ദൈവം. 2, ദൈവം കേൾക്കുന്നവനാണ്. ജെറമിയ പ്രവചനം 33-ാം അധ്യായം 3-ാം തിരുവചനം. യെരമിയാവിൻ്റെ പ്രവചനത്തിൽ 33-ാം അധ്യായത്തിൽ 3-ാം തിരുവചനം. ദൈവമായ കർത്താവ് കേൾക്കുന്നവനാണ്. നീ എന്നെ വിളിക്കുക, ഞാൻ നിന്നെ കേൾക്കുന്ന ദൈവമാണ്. നീ എന്നെ വിളിക്കുക, ഉടനെ ഉത്തരം തരുന്ന കേൾക്കുന്ന ദൈവമാണ്. ചിലപ്പോൾ ഉടനടി ഉത്തരം, ചിലപ്പം കുറേ കഴിഞ്ഞ് ഉത്തരം, ചിലപ്പം നേരെ ഉത്തരം, ചിലപ്പോൾ അറിയാത്ത വഴി കൂടെ ഉത്തരം. ഒരമ്മച്ചി 2-ാം ശനിയാഴ്ച തോറും എൻ്റെ ആശ്രമത്തിൽ പ്രാർത്ഥിക്കാൻ വരും. ആ അമ്മച്ചി പറയും, എൻ്റെ അച്ഛ പ്രാർത്ഥിച്ചു മടുത്തു, ഞാൻ പ്രാർത്ഥിച്ചതൊന്നും ദൈവം കേട്ടിട്ടില്ല, 3 വർഷമായി ഞാൻ വന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിന്നെ പ്രാർത്ഥനയ്ക്കുള്ള വരവ് അമ്മച്ചിക്ക് നിർത്തിക്കൂടെ? ഉടനെ പറയും, എൻ്റെ അച്ഛ എങ്ങനെ വരാതിരിക്കും, ചോദിച്ചതൊന്നും തന്നില്ലേലും ചോദിക്കാത്ത എന്തെല്ലാവാ തന്നുകൊണ്ടിരിക്കുന്നത്. ദൈവം കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ ഉടനെ മറുപടി, ചിലപ്പം കുറേ കഴിഞ്ഞ് മറുപടി, ചിലപ്പോൾ ഓർത്തതുപോലെ ഉടനെ കിട്ടും, ചിലപ്പോൾ ഉടനെ കിട്ടിയില്ലെന്നിരിക്കും. പക്ഷെ ദൈവം കേൾക്കുന്നു. എവരി പ്രെയർ ഇസ് എ ഹേർഡ് പ്രെയർ. എല്ലാ പ്രാർത്ഥനയും കേൾക്കപ്പെട്ട പ്രാർത്ഥനയാണ്, സകല പ്രാർത്ഥനയും. ചിലപ്പം കുറേ കഴിഞ്ഞായിരിക്കും ഉത്തരം. വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മോശ 20കളിൽ നേതാവാകാൻ ആഗ്രഹിച്ചു. ദൈവം നേതാവാക്കിയപ്പോൾ മോശയ്ക്ക് വയസ്സ് 80 കഴിഞ്ഞു. സക്കറിയ 20കളിൽ അപ്പനാകാൻ മോഹിച്ചു. പക്ഷേ അപ്പനായപ്പോഴോ യോഹന്നാൻ മാഗ്ദാനയുടെ ബർത്ത്ഡേയും സക്കറിയയുടെ സപ്തതി ആഘോഷവും ഒരുമിച്ചായിരുന്നു. എത്ര നാൾ കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചവനായ സക്കറിയാവ് പ്രാർത്ഥിച്ച കാര്യം മറന്നുപോയി. പക്ഷെ ദൈവം മറന്നില്ലല്ലോ. 70 വയസ്സ് കഴിഞ്ഞ് സക്കറിയാവ് ഓർത്തു, ഇനി മക്കൾക്കുള്ള വകുപ്പില്ലെന്ന് ഓർത്ത് ധൂപക്കുറ്റി ആഞ്ഞു വീശി ആട്ടി നടക്കുമ്പോഴാണ് മധുബഹയിൽ ദൂതം എന്ന് പറയുന്നു, സക്കറിയാവേ, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു. വന്തി എന്ന മുദ്ര കുത്തപ്പെടും നിന്റെ ഭാര്യ ഏലീശുവ വാർദ്ധക്യത്തിൽ പുത്രനെ പ്രസവിക്കും. യൂദയായുടെ മരുഭൂമിയിൽ ക്രിസ്തുവിന് പാതയൊരുക്കുന്ന യോഹന്നാൻ മാഗ്ദാനി എന്ന് അവൻ അറിയപ്പെടും. സക്കറിയ ചോദിച്ചു, ഇതെങ്ങനെ ഒക്കും? ദൂതം ചോദിച്ചു, പിന്നെ എന്നെ ഒക്കുമെന്ന് ഓർത്തോണ്ടാകും എന്നാൾ ചോദിച്ചുകൊണ്ടിരുന്നത്. ഒപ്പിച്ചു തന്നപ്പം സംശയിക്കുകയാണ്. സക്കറിയ സംശയിച്ചു, പക്ഷെ ദൈവം പ്രാർത്ഥന കേട്ടു. അബ്രഹാമോ 20കളിൽ ഒരു കൊച്ചിന് വേണ്ടി ആഗ്രഹിച്ചതാണ്. പക്ഷെ അബ്രഹാം അപ്പനായപ്പം വയസ്സ് 100. 100-ാം വയസ്സിൽ വീടിൻ്റെ വരാന്തയിൽ അബ്രാഹം കുത്തിയിരിക്കുമ്പം വീടിൻ്റെ പിന്നാമ്പറന്നൊരു ശബ്ദം. നോക്കുമ്പം മിസ്സിസ് അബ്രാഹം സാറ കുത്തിയിരുന്ന് ഓക്കാനിരിക്കുന്നു. കിളിച്ചുണ്ട മാങ്ങ കടിച്ചു പറിക്കുന്നു, വാളം പുളി ചവച്ച് കളയുന്നു. അബ്രാഹം തല തൂത്ത് കൊടുത്തു, പുറം തടവി കൊടുത്തു, മുതുക് തലോടി കൊടുത്തു. എല്ലാ പ്രതീക്ഷ അസ്തമിച്ച 100-ൽ അബ്രാഹം അപ്പനായി. ചോദിച്ച ഉടനെയല്ല, കുറേ കഴിയുമ്പം. ഇങ്ങനെ ചോദിച്ച ഉടനെ അല്ലാതെ കുറേ കഴിഞ്ഞ് ഉത്തരം കിട്ടുന്നതിന് വേദപുസ്തകം ഉപയോഗിക്കുന്ന വാക്കാണ് വന്ധ്യത. പ്രസവിക്കാത്ത അവസ്ഥയ്ക്കല്ല. സാറാ പ്രസവിച്ചു, പിന്നെ എങ്ങനെ അവൾ വന്ധ്യെന്ന് പറയുക? ദൈവം പ്രവർത്തിക്കുന്ന നാൾ വരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന കാത്തിരിപ്പിന് വേദപുസ്തകം പരിചയപ്പെടുത്തുന്ന ഒരു പദപ്രയോഗമാണ് വന്ധ്യത. സാമുവേലിനെ പ്രസവിച്ചവളാ അന്ന, പക്ഷെ അന്ന വന്ധ്യയായിരുന്നു. യോഹന്നാൻ മാഗ്ദാനിയെ പ്രസവിച്ചവളാ എലിസബത്ത്, അവൾ വന്ധ്യയായിരുന്നു. ഇസഹാക്കിനെ പ്രസവിച്ചവളാ സാറ, വന്ധ്യയായിരുന്നു. ദൈവം പ്രവർത്തിക്കുന്ന നിമിഷം വരെയുള്ള കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തെ വേദപുസ്തകം വിളിക്കും വരൾച്ച, വന്ധ്യത. ചിലപ്പോൾ ഉടനടി കിട്ടിയെന്നിരിക്കും, ചിലപ്പോൾ ഉടനടി കിട്ടിയില്ലെന്നിരിക്കും, ചിലപ്പം കുറേ കഴിഞ്ഞായിരിക്കും കിട്ടുക. ഞാൻ പലപ്പോഴും 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓർത്തിട്ടുണ്ട്, ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടിട്ടേ ഇല്ല. 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എനിക്കൊരു പ്രാർത്ഥനയുള്ളൂ, ദൈവമായ കർത്താവേ, കണക്ക് പഠിപ്പിക്കാൻ വേണ്ടി ഏലിക്കുട്ടി ടീച്ചർ ചൂരവടിയും കൊണ്ട് വരുമ്പം കാര്യതെറ്റിക്ക് താഴെ വീണ് വലതേ ഉളുക്കി പോകണമെന്ന് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷേ പൊതുവെ തല്ലി കിട്ടിയതല്ലാതെ ടീച്ചറൊരു പോറൽ പോലും ഏറ്റിട്ടില്ല. ചില പ്രാർത്ഥന ഇങ്ങനെയാണ്. ചിലപ്പം ചോദിച്ചതിനേക്കാൾ കൂടുതൽ കിട്ടും. ആലുവായിൽ ഒരു മഠത്തിൽ കന്യാസ്ത്രീ അമ്മമാരെ ഞാൻ ധ്യാനിപ്പിച്ചു.
ഞായറാഴ്ച ധ്യാനം തുടങ്ങി. വെള്ളിയാഴ്ച രാവിലെ ധ്യാനം കഴിഞ്ഞ് പോകുമ്പം മഠത്തിൻ്റെ സുപ്പീറമ്മ പറഞ്ഞു, ജോസഫ് അച്ഛൻ മഠത്തിൻ്റെ മുറ്റത്ത് ഒരു ബന്ധന പ്രാർത്ഥന ബന്ധിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്നതാ ബന്ധിക്കേണ്ടത്? മഠത്തിൻ്റെ മുറ്റത്ത് ഒരു മാവിൽ മാങ്ങ ഉണ്ടാകുമ്പം എന്നും മാങ്ങാണ്ടി മുഴുവൻ വണ്ടും പുഴുവും. ഈ മാങ്ങാണ്ടിയിൽ ഉണ്ടാകുന്ന പുഴുക്കളെ അച്ഛൻ മുൻകൂട്ടി ഒന്ന് ബന്ധിച്ച് പ്രാർത്ഥിച്ചിട്ട് പോകണം. തളിക്കാൻ വേണ്ടി വിശുദ്ധ ജലം തന്നു, ഊറാല കരുത്തലിടാൻ വേണ്ടി തന്നു, പ്ലാസ്റ്റിക് പാത്രത്തിൽ ഈ ഹോളി വാട്ടർ, ബന്ധന പ്രാർത്ഥനയുടെ പുസ്തകം. ഞാൻ മാവിൻ്റെ മൂട്ടിൽ നിന്നു, മദറിനെ മുട്ടി നിന്നു, മറ്റുള്ളൊരു വട്ടം നിന്നു. എല്ലാവരും നോക്കി നിൽക്കി ഞാൻ പ്രാർത്ഥിച്ചു. സസ്യങ്ങളെ നട്ടവനും വൃക്ഷങ്ങളെ മുളപ്പിച്ചവനുമായ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവേ, ഈ മാവിൽ കാലാകാലം ഉണ്ടാകുന്ന മാങ്ങാടെ അണ്ടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള സകലമാന വണ്ടുകളെയും ബന്ധിക്കണേ. പ്ലാസ്റ്റിക് പാത്രത്തിലാണ് വെള്ളം, ഒരു ഞെക്ക്, ഒരു പീച്ച്, ഒരു കമത്ത്. മഴവെള്ളത്തിൽ കുടിച്ചതുപോലെ മാവ് അങ്ങനെ നനഞ്ഞു നിന്നു. ഞാൻ തിരിച്ച് ഭരണങ്ങാനത്തേക്ക് വന്നു പോന്നു. ഒരു മാസം കഴിഞ്ഞ് മദറിൻ്റെ കത്ത്, പ്രിയപ്പെട്ട ജോസഫ് അച്ഛ, അച്ഛൻ്റെ ധ്യാനത്തിന് നോട്ട് വായിച്ച് ഞങ്ങൾ ഇന്നും സന്തോഷിക്കുന്നു. അച്ഛൻ്റെ ധ്യാനത്തേക്കാൾ ഞങ്ങളെ സ്പർശിച്ചത് അച്ഛൻ്റെ ബന്ധന പ്രാർത്ഥനയുടെ ശക്തിയാണ്. അച്ഛൻ വണ്ടിനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു വന്ന 10-ാം ദിവസം ശക്തമായ ഒരു തിരാമഴയും കാറ്റും വന്നു. മാവ് മൂടെ ഒടിഞ്ഞുപോയി. ഇനി അണ്ടിയില്ല, വണ്ടുമില്ല, ബന്ധിക്കാൻ വകുപ്പോൾ ഒന്നുമില്ല. ചിലപ്പോൾ ഓർത്തനേക്കാൾ കൂടുതൽ നടന്നിരിക്കും. എങ്കിലും നമ്മൾ പ്രാർത്ഥിക്കണം, നിരാശപ്പെടരുത്. അപ്പോൾ 1, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. ദൈവം അറിയുന്നവനാണ്. യോഹന്നാൻ 2:25 മനുഷ്യൻ്റെ ഉള്ളിലുള്ളത് എന്തെന്ന് അവൻ അറിഞ്ഞുകൊണ്ട് തന്നെ യൂദാസിനെയും ശിഷ്യഗണത്തിൽ ഉൾപ്പെടുത്തി. പച്ച മനുഷ്യനായ എൻ്റെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവം എന്നെ പുരോഹിതനാക്കി. ഒരു പുരുഷൻ്റെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ അവനെ ഭർത്താവാക്കി, പിതാവാക്കി. ഒരു സ്ത്രീയുടെ കുറവുകൾ അറിഞ്ഞുകൊണ്ട് അവളെ ഭാര്യയാക്കി, അമ്മയാക്കി. ദൈവം എല്ലാം അറിയുന്നവനാണ്. അറിഞ്ഞാലും അവൻ ഉൾക്കൊള്ളുകയാണ്, യൂദാസിനെ ഉൾക്കൊണ്ടതുപോലെ. ലോകത്ത് മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പം മനുഷ്യൻ്റെ ഓർമ്മ ആരും അറിയേലെന്ന. കായേൻ ആബേലിനെ കൊന്നത് ആരും അറിയാതെയാണ്, പക്ഷെ ലോകം അറിഞ്ഞു. മാവേലിക്കരയിൽ സുകുമാരക്കുറുപ്പ് ആരും അറിയാതെ ചാക്കോയെ ചുട്ടുകൊന്നു, പക്ഷെ ലോകം അറിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ, കോൺഗ്രസ്സുകാർ എൻ്റെ വീടിൻ്റെ അയൽപക്കത്ത് 70കളിൽ ആരും അറിയാതെ കൊന്നൊടുക്കുവൻ ഒരു സുപ്രഭാതത്തിൽ വട്ടനെ പോലെ പറഞ്ഞു, ഒരുത്തിനെ കുത്തിക്കൊന്നു, ഒരുത്തിനെ വെട്ടിക്കൊന്നു, ഒരുത്തിനെ ചവിട്ടിക്കൊന്നു. എല്ലാ കള്ളന്മാരെയും ദൈവം തൊലിയുരിയുന്ന കാലമായത്. ആരാണേലും അച്ഛന്മാർ ചെയ്താലും പാർട്ടിക്കാർ ചെയ്താലും പങ്കാളി ഭാര്യയെ വിളിച്ചാലും ഭാര്യ ഭർത്താവിനെ വിളിച്ചാലും ദൈവം അറിയുന്നവനാ. ഭർത്താവ് ഭാര്യയെ വിളിച്ചു, അറിയലെന്നോർത്ത. ഭാര്യ ഷർട്ടും പാൻസും തേച്ച് കൊടുത്ത കൂട്ടത്തിൽ ഇവൻ്റെ വയറിനോട്ടൊരു കുത്ത്. എന്നാടി കുത്തിയെന്ന് ചോദിച്ചു. ഞാൻ ഇത്രയേറെ തന്നെ സ്നേഹിച്ചിട്ടും താൻ എന്നെ അറിയിക്കാതെ വേറെ ഒരു കാമുകിയുണ്ടല്ലേ? ആരാടി? തൻ്റെ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഒരു പെണ്ണിൻ്റെ പേര് ഹെലൻ. ആരാടോ ഈ ഹെലൻ? റെഡി പൊട്ടി. അത് പെണ്ണല്ല. സിറ്റി ചെന്നപ്പം കുതിരകളുടെ പന്തയോട്ടം, ഒരു പെൺകുതിരയുടെ പേരാണ് ഹെലൻ. അതിൻ്റെ പേര് 10,000 രൂപ വെറ്റി വെച്ചു. പേര് മറക്കാതിരിക്കാൻ വേണ്ടി കുറിച്ചിട്ടതല്ലേ. അവിടെ പറഞ്ഞു, സോറി, തെറ്റിദ്ധരിച്ച് ക്ഷമിക്കണം, ഞാനടുത്ത് പെണ്ണാന്ന്. പിറ്റേ ദിവസം രാവിലെ 6:30 കട്ടൻ കാപ്പി പഞ്ചായത്തിട്ട് അന്തി കൊടുക്കുകയും കാപ്പി മേടിച്ച ഉടനെ ഇവൻ്റെ കവിളിലൊരു കുത്ത്. നടി പിന്നെയും കുത്തിന്ന് ചോദിച്ചു. തല്ലേ പന്തയ കുതിര 5:45 ഫോൺ വിളിച്ചായിരുന്നു. ഇതാണ് പ്രശ്നം. അവൻ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്ത് വരും. ദൈവം അറിയുന്നവനാണ്. 1, ദൈവം കാണുന്നവനാണ്. 2, ദൈവം കേൾക്കുന്നവനാണ്. 3, ദൈവം അറിയുന്നവനാണ്. 4, ദൈവം ഇറങ്ങി വരുന്നവനാണ്. ആരാണ് ദൈവം? ദൈവം ഇറങ്ങി വരുന്നവനാണ്. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ അലഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ ജനത്തോടൊപ്പം ഇറങ്ങി വന്നവൻ. സിംഹക്കുഴിയിൽ സിംഹത്തിൻ്റെ വായ് പൂട്ടാൻ ഇറങ്ങി വന്നവൻ. യോഹന്നാൻ 21 തിബേരിയോസിലെ ദൂരത്ത് അപ്പവും മീനും ചുട്ട് ഇറങ്ങി വന്നവൻ. ലൂക്കോസ് 24 എമ്മാവു ശിഷ്യന്മാർക്കൊപ്പം ഇറങ്ങി നടന്നവൻ. ഇപ്പം ദൈവം ഇറങ്ങി വരുന്നവനാണ്. ഇപ്പം നമ്മളിവിടുന്ന് നാട്ടിൽ നിന്ന് അബുദാബിയിലേക്ക് വന്നു. നമ്മളോടൊപ്പം ദൈവം ഇവിടത്തേക്ക് ഇറങ്ങി വന്നു. നമുക്കറിയാം, ഇറങ്ങി വന്ന ദൈവം. കടൽ കിടന്ന് നിങ്ങൾ വന്നു. ചിലപ്പം മിടുക്കിമാർ നേഴ്സും. നമുക്ക് തമ്പുരാൻ്റെ ഇടപാടിൽ അങ്ങനെയല്ലേ. 980കളിൽ പെണ്ണുങ്ങളോട് പറഞ്ഞു, മക്കളെ പോയി പഠിക്കുക, നേഴ്സിംഗ് പഠിക്കാൻ പറഞ്ഞു. പഠിച്ചു. അത് കഴിഞ്ഞപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ 90കളിൽ പറഞ്ഞു, വഴിയുണ്ട്, ഗൾഫിന് പോക്കൂ, അവിടുന്ന് UK പോക്കൂ, അവിടുന്ന് ന്യൂസിലൻഡിൽ പോക്കൂ, അവിടുന്ന് ചാടി ഓസ്ട്രേലിയക്ക് പോക്കൂ, ഇങ്ങനെ പൊക്കോളാൻ പറഞ്ഞു. പെണ്ണുങ്ങൾ ആദ്യം പറന്നിറങ്ങി, ദൈവം കൂടെ ഇറങ്ങി. തൊട്ട് കുറേ പല കെട്ടിയവന്മാരും ഒപ്പം ഇറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ അച്ഛന്മാർ ബാഗും തൂക്കി അതിൻ്റെ പുറകെ ഇറങ്ങി. ഇറങ്ങി വരും ദൈവം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒപ്പം ഇറങ്ങി വരുന്നവനാണ്.
നമ്മുടെ ജീവിതയാത്രകളിൽ ദൈവം ഇറങ്ങി വരുന്നവൻ, കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഇറങ്ങി വരുന്നവൻ. ഈ ദൈവത്തിനാണ് എൻ്റെ ജീവിതത്തിൽ ദശാംശം ഞാൻ കൊടുക്കുക, എല്ലാം കൊടുക്കുക. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം 1 മുതൽ 5 വരെ തിരുവചനങ്ങൾ. യെശയ്യാവ് 43-ാം അധ്യായം 1 മുതൽ 5 വരെ. ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉറക്കെ അങ്ങ് വായിച്ചുകൊള്ളുക. യെശയ്യാവ് 43-ാം അധ്യായം 1 മുതൽ 5 വരെ. ദൈവം കൂടെ നടക്കുന്നതിൻ്റെ ചിന്ത നമുക്ക് ലഭിക്കുന്നു. യെശയ്യാ 43. വിശുദ്ധ വേദപുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വചനമാണ് അവസാനം വായിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം തിരുവചനത്തിൽ ജനനേതാവായ മോശയോട് ദൈവം പണ്ട് പറഞ്ഞു, മോശയെ ഭയപ്പെടേണ്ട, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് നിൻ്റെ കൂടെയുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28:20 അവസാനം ഒലിവുമലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, യുഗാന്ത്യം വരെ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇവിടുന്ന് പറയുന്ന വാക്കുണ്ട്, അഗ്നിയിലൂടെ നടന്നാൽ നിന്നെ യാതൊന്നും ബാധിക്കുകയില്ല. ഞങ്ങൾ കുറേ നാളുകൾക്ക് മുമ്പ് കോഴിക്കോട് മലാപ്പറമ്പിൽ യുവജനങ്ങളുടെ ഒരു ധ്യാനം നടത്തുന്നു. ഞാനുണ്ടായിരുന്നു, ബോബി ജോസഫനുണ്ട്, ഞങ്ങൾ കുറേ അച്ഛന്മാർ ഒരു ഗ്രൂപ്പ്. അപ്പം അങ്ങനെ ധ്യാനം നടത്തുമ്പോൾ 1-ാം ദിവസം വൈകുന്നേരം ഞങ്ങൾക്ക് വലിയൊരാഗ്രഹം കോഴിക്കോടിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കണ്ടാൽ കൊള്ളാം. രാത്രി 8 മണിക്ക് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഹൈന്ദവ സമുദായത്തിലെ തീയ വിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരുടെ ഭക്താഭ്യാസം 10 അടി നീളത്തിൽ തക്കാളിപ്പഴം പോലെ ചുമന്ന തീക്കട്ടകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്നു. തീക്കട്ടകളുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പ് ധരിക്കാത്ത 5 ചെറുപ്പക്കാർ ഈശ്വര ഈശ്വര എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നു. പൊള്ളുന്നതിൻ്റെ ഭാവമാറ്റമോ ചൂടിൻ്റെ രൂപമാറ്റമോ മുഖത്ത് കാണാനില്ല. ഈശ്വര എന്ന് വിളിച്ച് തീക്കട്ടയുടെ മുകളിലൂടെ നടക്കുക. പിറ്റേ ദിവസം ഇവരിൽ ഒരുവനെ കണ്ടപ്പം ചോദിച്ചു, തീക്കട്ടയുടെ മുകളിലൂടെ കാലിൽ ചെരുപ്പില്ലാതെ നടന്നാൽ നിങ്ങളുടെ കാല് പൊള്ളുകയല്ലേ? അവൻ പറഞ്ഞു, പൊള്ളിയേക്കാം, പക്ഷെ നടക്കുമ്പം പൊള്ളൽ അറിയുന്നില്ല. കാരണം ഈശ്വര എന്ന് വിളിച്ചോണ്ട് നടക്കുമ്പം ഒരു പൊള്ളലും അറിയുന്നില്ല. 2 നാൾ കഴിയുമ്പോൾ കാലിൻ്റെ വെള്ള ബലൂൺ പോലെ വീർത്ത് വരും. കുളിക്കുമ്പം പൊട്ടും, പൊട്ടുമ്പം നീറും, പക്ഷെ നടക്കുമ്പം പൊള്ളൽ അറിയുന്നില്ല. കാരണം ഈശ്വര എന്ന് വിളിച്ചുകൊണ്ടാണ് നടപ്പ്. നമ്മളോടും പറയുകയാണ്, കർത്താവേ എന്നൊരു പ്രാർത്ഥന ചുണ്ടിലും ദൈവമേ എന്നൊരു പ്രാർത്ഥന നെഞ്ചിലും സൂക്ഷിച്ചോ, ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. അപ്രതീക്ഷിതമായി എന്തും സംഭവിക്കട്ടെ, നമ്മൾ പിടിച്ചു നിൽക്കും. അതാണ് വേദപുസ്തകം 125-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. യഹോവയിൽ ആശ്രയം വെക്കുന്നവൻ സിയോൻ പർവ്വതം പോലെ ഉറച്ചു നിൽക്കും. ഈ ഒരു ബലമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഇപ്പോൾ ഈ ദൈവം നമ്മളെ ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് ഒരു ചെറിയ മടി തോന്നാൻ കാരണം മാനുഷികമായിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചിന്തിക്കുക. അതുകൊണ്ട് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുകയില്ല. ഒരു സ്ഥലത്ത് ഇങ്ങനെ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ദൈവസ്നേഹത്തിൻ്റെ വലിയ മുദ്ര, പാറ പോലെ വെച്ച ദൈവസ്നേഹത്തിൻ്റെ വലിയ മുദ്ര ദൈവം ഈ ലോകത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും ദൈവസ്നേഹത്തിൻ്റെ ഒരു മുദ്ര പറയാവോ? ഉടനെ പ്രായമുള്ള ചേട്ടൻ പറഞ്ഞു, അച്ഛാ, ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ മുദ്ര ഞാൻ കാണുന്നത് തെങ്ങയിലാണ്. അതെന്താ? എൻ്റെ അച്ഛാ, ദൈവസ്നേഹത്തെ പറ്റി തെങ്ങ് ഭൂമിയിലുള്ള വെള്ളം മുഴുവൻ വലിച്ച് തലമണ്ടേ കയറ്റുകയും അത് കള്ളായിട്ട് എനിക്ക് തരികയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഒരച്ഛൻ ധ്യാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, ദൈവം സൃഷ്ടിച്ചതിനെല്ലാം പൂർണ്ണത, ഞണ്ടിന് ഞണ്ടിൻ്റെ പൂർണ്ണത, വണ്ടിന് വണ്ടിൻ്റെ പൂർണ്ണത, പാറ്റയ്ക്ക് പാറ്റയുടെ പൂർണ്ണത, മൂട്ടയ്ക്ക് മൂട്ടയുടെ പൂർണ്ണത. പൂർണ്ണതയില്ലാത്ത എന്തിലൊന്ന് കാണിക്കാവോ? ഉടനെ 70-കാരൻ ചേട്ടൻ 65-കാരി പെമ്പർനോത്തിയെ കൊണ്ട് മുമ്പോട്ട് നിർത്തി. കൂന് പിടിച്ച് റാ പോലെ വളഞ്ഞിരിക്കുന്ന ഒരാൻറ്റി. അച്ചായൻ ചോദിച്ചു, എന്നാ പൂർണ്ണതയാ അച്ഛാ ഇതിനകത്തിരിക്കുന്നത്? എന്നാ പൂർണ്ണതയാ? അച്ഛൻ പറഞ്ഞു, പ്രൈസ് ദ ലോർഡ്. ഇത്രയും പൂർണ്ണതയുള്ളൊരു കൂന്
ആദ്യമായിട്ട് ഞാൻ കാണുവാണ്. ദൈവത്തിൻ്റെ കണ്ണോടെ നോക്കിയാൽ നോക്കുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടെത്തുക. ഈ സ്നേഹത്തിൻ്റെ മുദ്ര നമ്മൾ വെറുതെ ചിന്തിക്കണം. വെറുതെ ചിന്തിച്ചാൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുദ്ര എത്ര കരുതുന്നു എന്നതിൻ്റെ അടയാളങ്ങൾ ദൈവം കാണിച്ചു തരും. എന്നും തീറ്റ കൊടുക്കുമ്പോൾ തത്ത, മാടത്ത, മൈന സ്നേഹത്തോടെ നമ്മളോട് വർത്തമാനം പറയാനായിട്ട് തുടങ്ങും. എരുമ, മൂരി, പശു ഇരുത്തി അമരാൻ തുടങ്ങും. കോഴി, താറാവ് അമർത്തി കൊക്കാനായിട്ട് തുടങ്ങും. ജീവജാലങ്ങളുടെ സ്നേഹം നാട്ടിലെ ഒരു സ്ഥിരം കാഴ്ചയാണ്. എന്നും പച്ചമീൻ കൊണ്ടുവരുന്ന മീൻകാരനെ കാണുമ്പോൾ വീട്ടിലെ പൂച്ചയുടെ വികാരപ്രകടനം കണ്ടിട്ടില്ലേ? താടിയിട്ട് തടവി, മീശയിട്ട് ഒരുമി, ടയറെ തിരുമി, കാലയിൽ മിനുങ്ങി പൂച്ച എന്തൊരു സ്നേഹമാണ് കാണിക്കുക. എന്നും തീറ്റ കൊടുക്കുന്ന ആൾ ഏത് ചവിട്ടിയാലും വീട്ടിലെ പട്ടിക്ക് ഒരു പ്രതിഷേധവും ഇല്ല. ചമ്മിയ ചിരിയുമായി സാഷ്ടാപ്രണാമം ചെയ്തിട്ട് തൊഴിച്ചവരുടെ മുമ്പിലേക്ക് എഴുതുന്ന പോലെ വട്ടം ചുറ്റി പട്ടി കറങ്ങിയെത്തും ഒരു പട്ടിയുടെ സ്നേഹം. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയടുത്ത് വലിയ തോവാള. ഞാൻ വീട്ടിൽ നിന്ന് ഒരു പട്ടിക്കുഞ്ഞിനെ കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ആശ്രമത്തിൽ വളർത്തി. 6-7 മാസം ആശ്രമത്തിലെ തീറ്റ നിന്നപ്പം പട്ടി മുഴുത്തു, ദേഹം കൊഴുത്തു, കക്ഷിയാകും മെഴുത്തു. 1 വയസ്സായപ്പോൾ ഉഗ്രം പട്ടി ഊറ്റം കൊരയെന്ന് വെച്ചാൽ ചില്ലറ കൊരയല്ല, പെരുന്നാളിന് കതിനാവടി പൊട്ടുന്ന പോലെ നല്ല മുഴക്കമുള്ള ശബ്ദം കൊര. പക്ഷെ സാവധാനം പിടികിട്ടി. മുഴുപ്പും കൊരയും ശബ്ദമുണ്ടെങ്കിലും കക്ഷി ശുദ്ധ പൊട്ടനായിരുന്നു. യാതൊരു വിവരവുമില്ല. ഞങ്ങൾ ധ്യാനപ്രസം കഴിഞ്ഞ് രാത്രി 10:00-നും 11:00-നും വരുമ്പോൾ ഈ പട്ടി ജീവൻ പോയ ഞങ്ങളെ ആശ്രമത്തിൽ കയറ്റുകയില്ല. കുരയ്ക്കാനായിട്ട് കടിക്കാനായിട്ട് കുരച്ചുകൊണ്ട് ഓടിക്കുക. പിന്നെ കമ്പ, കൊഴി, കല്ലയ തുടങ്ങിയ മാരക ആയുധമായിട്ട് നേരിട്ടാൽ കഷ്ടപ്പെട്ട് കടന്നുകൂടാം. അതേസമയം ഒരു പരിചയമില്ലാത്ത അപരിചിതർ ഏത് പാതിരാത്രിക്ക് വന്നാലും കൃത്യമായ സ്വാഗതം. മലന്ന് കിടന്ന് കാലും കൈയും പൊക്കി പിടിച്ച് കാലിൻ്റെ തിരികെ കയറ്റാതെ പട്ടിക്ക് ശ്വാസം വീഴുകയല്ല. ഞാൻ പറഞ്ഞു, കില്ലപ്പട്ടി, പഞ്ഞപ്പട്ടി, എന്നെ തല്ലിക്കൊന്നാലോ? അപ്പോൾ കൂടെയുള്ള വലിയച്ഛൻ പറഞ്ഞു, പട്ടിയോട് അരിശപ്പെടേണ്ട, മനുഷ്യരല്ലല്ലോ, പട്ടിയല്ലേ, കാത്തിരിക്കാം, മാനസാന്തരം ഉണ്ടായാലോ. അതിനിടവപ്പള്ളിയാണ്. ഞായറാഴ്ചകളിൽ 100-500 പേര് വരും. ആൾക്കാർ പള്ളി വന്ന് പോയി പട്ടി നോക്കി നിൽക്കും. പെണ്ണുങ്ങളുടെ ദേഹത്ത് നിന്ന് എന്തെങ്കിലും കൊഴിഞ്ഞു പോയാൽ അത് മാത്രം ഈ പട്ടി പെറുക്കിയെടുക്കും. കൊച്ചു പെൺപിള്ളാരുടെ റിബണ്, സ്ലൈഡ്, സെറ്റിപ്പിന് കൊച്ചു തൂവാല, മുടുത്ത പെണ്ണുങ്ങൾ മുടിപ്പുറകിൽ മുറുക്കി കെട്ടുന്ന മുടുത്ത കുടശീല പോലെ ഹെയർ ബാൻ, ഇതെല്ലാം പട്ടി പെറുക്കിയെടുക്കും. തിങ്കളാഴ്ച രാവിലെ ഞങ്ങൾ അച്ഛന്മാർ എഴുന്നേറ്റ് വരുമ്പം കാണുന്ന കാഴ്ച, സ്കൂൾ അസംബ്ലിക്ക് പിള്ളേരെ നിർത്തിയ പോലെ പെണ്ണുങ്ങളുടെ പറഞ്ഞു പോയ സാധനങ്ങൾ മൊത്തം പട്ടി വരാതെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നെങ്കിൽ ഈ പട്ടിയെ കരണ്ടടിപ്പിക്കണം, അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണം. ഇപ്പോൾ കൂടെയുള്ള വലിയച്ഛൻ പറഞ്ഞു, കൊച്ചച്ഛൻ അങ്ങനെ അരിശപ്പെടരുത്, നമ്മൾ കത്തോലിക്ക അച്ഛന്മാർക്ക് ഇത് കൂട്ട ഐറ്റങ്ങൾ കാണാനും തൊടാനും കയ്യിലെടുക്കാനും ഭാഗ്യമില്ലാത്തതുകൊണ്ട് ദൈവം തന്ന പട്ടിയാണെന്നോർത്ത് നമുക്കിതിനെ വളർത്തിക്കൊണ്ട് വരാം. അങ്ങനെ ഇരിക്കുക കൊട്ടിയത്ത് നേഴ്സുമാരുടെ ധ്യാനം. ഒരു ദിവസം ടാക്സിക്കാരൻ ട്രിവാൻഡ്രത്ത് നിന്ന് കൊട്ടിയത്തേക്ക് പോവുക. ഞാൻ ഈ പട്ടിയെ കാറെ കയറ്റി, കാറിന് പിൻ സീറ്റിൽ പട്ടിയെ ഇരുത്തി. റൊട്ടി കഷ്ണം പട്ടിയെ മണപ്പിച്ചു. റൊട്ടി മണത്ത പട്ടി സ്വസ്ഥമായിട്ടിരുന്നു. 20 കിലോമീറ്റർ കഴിഞ്ഞപ്പം പോത്തൻകോട് എന്നൊരു സ്ഥലം. സന്ധ്യ മയങ്ങിയ സമയം. ഒരു കശാപ്പയുടെ വാതിൽക്ക് ചെന്നപ്പം ഡോറ് തുറന്നു. എല്ലുമുട്ടിയുടെ മണം പിടിച്ച പട്ടി ഇരുട്ടിലേക്ക് ഒരു ചാട്ടം. ഡോറടച്ചു. ശല്യത ഒഴിവാക്കി രക്ഷപ്പെട്ടു. 1.5 മാസം കഴിഞ്ഞു. ഈ പോത്തൻകോട് ഒരു വലിയ എക്യുമേനിക്കൽ കൺവെൻഷൻ. അതിൻ്റെ സമാപന പ്രസംഗത്തിന് എന്നെയാണ് വിളിച്ചിരുന്നത്. രാത്രി 7:30 സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് ചൂടുവെള്ളത്തിൽ നാരങ്ങാനീര് പിഴിഞ്ഞ് കുടിക്കുമ്പം എൻ്റെ ലോകയുടെ അറ്റത്ത് ശക്തമായൊരു ഒരു തട്ട്. ഞാൻ കുനിഞ്ഞു നോക്കുമ്പം 1.5 മാസം മുമ്പ് കൊടിയിറക്കി വിട്ട കക്ഷി ഉണ്ടച്ചോണ്ട് കൂറ് പ്രഖ്യാപിക്കാൻ വാലുവാട്ടി കാലിൽ നൽകി വരുന്നു. പുഴ കിടത്തിയാൽ പൂച്ച നീന്തിയെത്തും, നാട് കിടത്തിയാൽ പട്ടി ഓടിയെത്തും. ജീവജാലങ്ങളുടെ സ്നേഹം. ഗ്രേഡ് കൂടുമ്പോഴോ ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവ് മരിക്കും, ഭർത്താവിന് വേണ്ടി ഭാര്യ മരിക്കും, മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ മരിക്കും, വിശ്വാസത്തിന് വേണ്ടി രക്തസാക്ഷികളുണ്ടാവും. സ്നേഹത്തിലെ ഗ്രേഡ്. അങ്ങനെയെങ്കിൽ സൃഷ്ടാവിൻ്റെ സ്നേഹം എത്ര വലുത്. സൃഷ്ടപ്രപഞ്ചത്തിലൂടെ സൃഷ്ടാവിലേക്ക് നമ്മൾ എത്തിച്ചേരുക. ഈ ദൈവത്തിൻ്റെ സ്നേഹം അത് പഠിപ്പിക്കുവാൻ ദൈവം കാലാകാലം തൻ്റെ പരിശുദ്ധരായ പ്രവാചകന്മാരെ അയച്ചു, രാജാക്കന്മാരെ അയച്ചു, പുരോഹിതരെ അയച്ചു. പഴയ നിയമത്തിൽ നമുക്കറിയാം, പ്രവാചകന്മാർ അരൂപിയായ ദൈവത്തിൻ്റെ സ്നേഹത്തെ രൂപത്തിലും ഭാവത്തിലും അവതരിപ്പിച്ചതായിരുന്നു പ്രവാചക ശൈലി. പ്രവാചകന്മാരുടെ ആവിഷ്കരണ ശൈലി എന്താ? മനുഷ്യന് മനസ്സിലാക്കുന്ന ഒരു സ്നേഹത്തെ എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, ഈ സ്നേഹം ഇന്നല്ലെങ്കിൽ നാളെ തീർന്നു പോകും. തീരാത്ത ഒരു സ്നേഹമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. പഴയ നിയമത്തിൽ ഏറ്റവും കൂടുതലായിട്ട് ദൈവസ്നേഹത്തെ പഠിപ്പിച്ച പ്രവാചകനാണ് ഹോശയ്യ പ്രവാചകൻ.
പ്രോഫറ്റ് ഹോസിയ. BC 589 മുതൽ 532 വരെയായിരുന്നു ഇസ്രയേലിൻ്റെ അടിമത്ത കാലഘട്ടം, ബാബിലോണിയൻ അടിമത്തം. ആ അടിമത്ത കാലഘട്ടത്തിൽ ദൈവം സ്നേഹമാണ്, സ്വാതന്ത്ര്യം തരുമെന്നും പറഞ്ഞു വന്നു പ്രകടിപ്പിച്ചു ഹോസിയ പ്രവാചകൻ. അദ്ദേഹം നോക്കിയപ്പോൾ സൂര്യന് കീഴിൽ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്താക്കന്മാരുടെ സ്നേഹമാണ്. പ്രവാചകൻ പറഞ്ഞു, ഏറ്റവും വലിയ സ്നേഹമായ ഭാര്യാഭർത്തൃ സ്നേഹം മാഞ്ഞുപോയാലും യഹോവയുടെ സ്നേഹം മായിയല്ല. പ്രായപൂർത്തിയായവരിൽ 99% പേരും കല്യാണം കഴിച്ച സമൂഹത്തിൽ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിച്ചു പ്രവാചകനായ ഹോശേയ. അദ്ദേഹം പറഞ്ഞു, ഏറ്റവും വലിയ സ്നേഹം സൂര്യന് കീഴെ ഭർത്താവും ഭാര്യയും തമ്മില. ആ സ്നേഹത്തിൽ ഭർത്താവ് ഭാര്യയെ മറന്നാലും ഭാര്യ ഭർത്താവിനെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. ദമ്പതികളുടെ ദാമ്പത്യത്തിൻ്റെ ശൈലി നമുക്കറിയാം. ഏറ്റവും വലിയ സ്നേഹം ദാമ്പത്യ സ്നേഹമാണ്. നിങ്ങളോട് ചോദിക്കുക, ഏറ്റവും വലിയ സ്നേഹം ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ, ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ. വേദപുസ്തകത്തിൽ അതുകൊണ്ടാണ് എഫേസുസിലെ സഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൽ 22 മുതലുള്ള വാക്യങ്ങളിൽ പറയും, ഇക്കാരണത്താൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ടു ഭാര്യയോട് ചേരും. വിട്ടേച്ച് വന്ന ഒറ്റ സ്നേഹമേ ഉള്ളൂ, അത് ദാമ്പത്യ സ്നേഹമാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ ഉപരിസ്ഥാനം ഭർത്താവിനായി ഭാര്യയ്ക്കായി വിട്ടേച്ച് പോകും. ഞങ്ങൾ വീട്ടിൽ 2 മക്കൾ, ഞാനും എനിക്കൊരു ജ്യേഷ്ഠനും. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചയാൾ. ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചപ്പോഴേ അമ്മയ്ക്ക് മനസ്സിലായി ജ്യേഷ്ഠൻ മാതാപിതാക്കളെ വിട്ടു. ഞാൻ അവധിക്കുള്ള നാളുകളിൽ രാത്രി 10:30 ഞാൻ കിടക്കുന്ന കട്ടിലിൻ്റെ അടുക്കൽ ഒരു കസേരയിട്ട് എൻ്റെ അമ്മ വന്നിരിക്കും. എൻ്റെ മോനെ, ആമ്പിള്ളാർ പെണ്ണ് കിട്ടി കഴിയുമ്പം മനസ്സ് മാറുമെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ, ഇനി ആരും പറയണ്ട, മോൻ്റെ ചേട്ടൻ്റെ കാര്യം എടുത്താൽ മതി. എന്തൊരു മാറ്റം! കഴിഞ്ഞ തിങ്കളാഴ്ച അവൻ്റെ അയല മേടിച്ചിട്ട് തലമുറി അവന്, നടുമുറി അവക്ക്. എനിക്കൊരു മെലിഞ്ഞ വാല്, ഇത്രയും മാറിപ്പോയല്ലോ. ഞാൻ ഉറങ്ങിയെങ്കിൽ ബാക്കി നാളെ പറയാമെന്നും പറഞ്ഞു അമ്മ എഴുന്നേറ്റ് പോവും. അമ്മയ്ക്കറിയാം പുരുഷൻ മാതാപിതാക്കളെ വിട്ടു. ഈ വിട്ടേച്ച് പോകുന്നതുകൊണ്ടാണ് ആണുങ്ങൾ കെട്ടുമ്പം വിറയ്ക്കുന്ന കാണാം, പെണ്ണുങ്ങളെ കെട്ടിക്കുമ്പം വേർക്കുന്ന കാണാം. വിട്ടേച്ചുള്ള പോക്ക്. ഏത് പട്ടാളക്കാരനാണേലും തോക്ക് പിടിക്കുമ്പം വിറയ്ക്കാത്ത കൈ, താലി പിടിക്കുമ്പം വിറയ്ക്കും. അപ്പനും 6 വയസ്സുള്ള മോനും കൂടെ വീടിൻ്റെ വരാന്തയിൽ കൂടെ പോകുമ്പം ഭിത്തിയിൽ അപ്പൻ്റെ അമ്മയുടെയും കല്യാണ ഫോട്ടോ നോക്കുമ്പോൾ കല്യാണ ഫോട്ടോയിൽ അപ്പൻ ശരിക്കും ചിരിക്കുന്നു. മോൻ പറഞ്ഞു, പപ്പാ കല്യാണത്തിന് അന്ന് പപ്പായുടെ ചിരി എന്നാ നല്ല ചിരിയായിരുന്നു. പപ്പ പറഞ്ഞു, മോനെ അന്നെൻ്റെ അപ്പൻ്റെ ഒടുക്കത്തെ ചിരിയായിരുന്നു, പിന്നെ ഇന്ന് വരെ ചിരിച്ചിട്ടില്ല. അങ്ങനെ വിട്ടേച്ച് പോകുന്നു. പുരുഷൻ മാതാപിതാക്കളെ വിടുന്നു, ഭാര്യ മാതാപിതാക്കളെ വിടുന്നു. വിട്ടേച്ച് പോകുന്ന സ്നേഹം അതുകൊണ്ടാണ് ബൈബിളിൽ ഓരോ സൃഷ്ടികർമ്മവും കഴിഞ്ഞ് ദൈവം പറഞ്ഞു, നന്നായിരിക്കുന്നു. പക്ഷേ ഒരു സൃഷ്ടികർമ്മം കഴിഞ്ഞ് ദൈവം പോലും പറഞ്ഞു, ഇത് നന്നല്ല. എന്താ നന്നല്ലാത്തത്? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. ആണാണോ ഒരു പെണ്ണ് കൂട്ട് വേണം, പെണ്ണാണോ ഒരാണ് കൂട്ട് വേണം. ദൈവ നിശ്ചയം. ആണിന് പെണ്ണ്, പെണ്ണിന് ആണ് കൂട്ടുവച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സ്ത്രീ ഉണ്ടായപ്പോഴാണ് ലോകത്ത് ആണുങ്ങൾക്ക് സന്തോഷം ഉണ്ടായത്. അതുവരെ അവൻ ഏകനും മൂകനും ദുഃഖിതനുമായിരുന്നു. അവളെ കണ്ടപ്പോഴാണ് ചിരി ആരംഭിച്ചു, വർത്തമാനം പറച്ചിൽ ആരംഭിച്ചു. ഒരു കാര്യം സത്യമാണ്, പെണ്ണുങ്ങളില്ലാത്ത ലോകം ഒരു വലിയ മോർച്ചറി പോലെ. പെണ്ണുങ്ങളുണ്ടോ കരച്ചിൽ, പിഴിച്ചിൽ, ചീറ്റൽ, വർത്തമാനം പറച്ചിൽ, ഇതെല്ലാം ആരംഭിക്കും. സ്ത്രീകൾ ആണുങ്ങളെക്കാൾ കൂടുതൽ വർത്തമാനം പറയും. അപ്പോൾ നമ്മളെക്കാൾ അറിയാവുന്നത് തമിഴ്നാട്ടുകാർക്കാണ്. തമിഴ്നാട്ടുകാർ ഭാര്യയെ വിളിക്കുന്നത് തന്നെ സംസാരം എന്നാണ്. രണ്ടും കൂടെ ഒത്തുപോകുന്ന വകുപ്പാണ്. കഴിഞ്ഞ പ്രാവശ്യം കോട്ടയം എടുത്ത് അതിരമ്പുഴ പള്ളി പെരുന്നാളിൻ്റെ വെടിക്കെട്ടിന് വികാരിയച്ഛൻ്റെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു, അമുട്ടെ ഗുണ്ട് വാണം കതിന. ഇതൊക്കെ പൊട്ടുന്നത് കേൾക്കാൻ എല്ലാവർക്കും ആഗ്രഹമുള്ളതുകൊണ്ട് സഹോദരിമാർ അല്പം സ്വരം താഴ്ത്തി സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു ഭർത്താവ് ഭാര്യയോട് റെഡി, ഞങ്ങൾ സ്റ്റാൻഡേർഡ് ആണുങ്ങൾ ഡെയിലി വെറും 7000 വാക്ക് പറയുമ്പം ഞങ്ങൾ പൊട്ടിപ്പെണ്ണുങ്ങൾ 14,000 അതിൽ കൂടുതലും വാക്കുകളാണ് പറയുന്നത്. ഭാര്യ പറഞ്ഞു, ഞങ്ങളുടെ കുഴപ്പമല്ല, തന്നെപ്പോലുള്ള കിഴങ്ങന്മാർ ഒരു കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഞങ്ങൾ പാവം പെണ്ണുങ്ങൾ എല്ലാം 2 പ്രാവശ്യം ആവർത്തിക്കണം. അങ്ങനെ 7,000 14,000 അവൻ ചോദിച്ചു, എന്നാടി നീ പറഞ്ഞേ? കണ്ടോ, അതുപോലും 2 പ്രാവശ്യം പറഞ്ഞാലേ പിടി കിട്ടത്തുള്ളൂ. അപ്പോൾ സംസാരം ആരംഭിച്ചു, ചിരി ആരംഭിച്ചു. ലോകത്തെ ഏറ്റവും സുന്ദരമായ ചിരി പെണ്ണുങ്ങളുടെ ചിരിയാണ്. അത് പെണ്ണുങ്ങൾക്ക് അറിയത്തില്ല, ആണുങ്ങൾക്ക് അറിയത്തുള്ളൂ. എത്ര ജോലി കഴിഞ്ഞ് മനസ്സിന് ഭാരമായിട്ടും ഭർത്താവ് നീറി വീട്ടിൽ വരുമ്പം ഭാര്യ ഒന്ന് ചിരിച്ചോ, അവൻ്റെ മനപ്രയാസം സൂര്യപ്രകാശത്തിൽ മഞ്ഞുകെട്ട പോലെ ഉരുകിപ്പോവും. പക്ഷെ പല പെണ്ണുങ്ങളും ചിരിക്കത്തില്ല. നീണ്ട പടവലങ്ങ പോലെ മോന്ത നീട്ടി ഒറ്റപ്പെടുത്തും. അവൻ്റെ ഷുഗറേ കൊളസ്ട്രോൾ പ്രഷർ ഷൂട്ടപ്പ് ചെയ്ത് അങ്ങേറ്റോ. സഹോദരിമാർ ചിരിച്ചോ വീട്ടിൽ സമാധാനമുണ്ട്.
പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ഒരുമാതിരി ആക്കുന്ന ചിരിയുണ്ട്. അതല്ല, മര്യാദയ്ക്ക് ചിരിച്ചാൽ ആണുങ്ങളെ നേടാൻ പറ്റും, ചിരിച്ചോണ്ട് നേടാം. 2, കരഞ്ഞോണം. പെണ്ണുങ്ങൾ കരഞ്ഞോ ആണുങ്ങളുടെ കഥ കഴിഞ്ഞു. പെങ്ങൾ കരഞ്ഞാൽ ആങ്ങള ഉരുകും. കാമുകി കരഞ്ഞാൽ കാമുകൻ അലിയും. മോള് കരഞ്ഞോ അപ്പൻ വീഴും. ഭാര്യ കരഞ്ഞോ ഭർത്താവ് വീണത് തന്നെ. കാരണം ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്, മണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതുകൊണ്ട് വെള്ളം വീണാൽ പെട്ടെന്ന് അലുത്തു പോവും, കുഴഞ്ഞു പോവും. പക്ഷേ പെണ്ണുങ്ങളെ ആസിഡ് ഒഴിച്ചാൽ അവർ ഇളക്കാൻ പറ്റിയല്ല. കാരണം എല്ലാം ഉണ്ടായതാണ്, നല്ല കട്ടി എന്നാണ് വിപ്പം. ഇവിടെയാണ് ഹോസിയ പ്രവാചകൻ പറയുക, സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കുകയില്ല. എന്തായിരുന്നു ഹോസിയായുടെ അനുഭവം? അദ്ദേഹം പ്രസംഗിച്ച് നടന്നു, സംസ്കാര സമ്പന്നൻ, കുലീനകുലജാതൻ. കുറേ നാൾ പ്രസംഗിച്ചപ്പം ഹോസിയായും ഒറ്റയ്ക്ക് മടുത്തു. പെണ്ണ് കിട്ടിയാൽ കൊള്ളാവുന്നൊരു തോന്നൽ. അന്ന് ദല്ലാളന്മാരില്ല, മനോരമ.com വന്നിട്ടില്ല, അതോ പിൻ പോയിൻ്റ് ഇല്ല, ഒരു വകയില്ല. ബേത്ലഹേം, ചാവറ അങ്ങനത്തുള്ള കല്യാണ ഏജന്റുമാരില്ല. ദൈവമായ കർത്താവ് ഏകദല്ലാള്. ഹോസിയ പറഞ്ഞു, ദൈവമേ ഒറ്റയ്ക്ക് മടുത്തു, കല്യാണം കഴിക്കണം. തമ്പുരാൻ പറഞ്ഞു, മോനെ തോന്നിയാൽ നീട്ടി വെക്കരുത്, എത്രയും പെട്ടെന്ന് കെട്ടിക്കണം. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തു, ഗോമർ, ക്ഷേത്രവേശിയായ ഗോമർ. ഇസ്രയേലിൽ ഒരു രീതിയുണ്ട്, പുഷ്കലതാ വിധി. കാനാൻ സമുദായമെന്ന വിജാതീയ സമൂഹത്തിൽ ഒരു പെൺകുട്ടി ഉണ്ടായോ 18-ാം വയസ്സ് ക്ഷേത്രത്തിന് കൊടുക്കും, 50 വയസ്സ് വരെ താമസിക്കണം. ക്ഷേത്രവേശ്യ. ആണുങ്ങൾ കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയോട് ബന്ധപ്പെടുന്നതിന് മുമ്പ് പീസ് കൊടുത്ത് ക്ഷേത്രവേശ്യയോട് ബന്ധപ്പെട്ടാലേ അവന് മക്കളുണ്ടാകൂ. ഫെർട്ടിലിറ്റി കൾട്ട് എന്ന് പറയുന്ന പുഷ്കലതാ വിധി. അത് നിശ്ചയിക്കപ്പെട്ടവളാ ഗോമർ. അവളെ കെട്ടാൻ ദൈവം കാണിച്ചു കൊടുത്തു. കല്യാണം കഴിച്ച് 3 മക്കളും ജനിച്ചു. വീണ്ടും അവൾ പഴയതുപോലെ വേറെ ആണുങ്ങളുടെ പുറകെ പോകാൻ തുടങ്ങി. പ്രവാചകൻ പറയുകയാണ്, ദൈവമേ എൻ്റെ ഭാര്യ എന്നെ മറന്ന് അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയിട്ടും എനിക്ക് അവളെ മറക്കാൻ പറ്റുന്നില്ല, ഞാൻ അത്രയ്ക്കും സ്നേഹിച്ചു പോയി. ഇപ്പം യഹോവയായ ദൈവം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എൻ്റെ ജനം എന്നെ മറന്ന് അന്യ ദൈവങ്ങളെ ആരാധിക്കുമ്പോൾ, വിജാതി വിഗ്രഹങ്ങളെ തൊഴുമ്പോൾ എനിക്ക് മറക്കാൻ പറ്റുമോ? പഠിപ്പിച്ചു. സൂര്യന് കീഴെ ഏറ്റവും വലിയ സ്നേഹം ഭാര്യാഭർത്തൃ സ്നേഹം. ആ സ്നേഹത്തിൽ ഭാര്യ ഭർത്താവിനെ മറന്നാലും ഭർത്താവ് ഭാര്യയെ മറന്നാലും ദൈവം തൻ്റെ മക്കളെ മറക്കില്ല. ദാമ്പത്യ സ്നേഹത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ പഠിപ്പിച്ചു ഹോശേയ. 2, യേശയ്യാവ് നോക്കിയപ്പോൾ ഏറ്റവും വലിയ സ്നേഹം അമ്മയും കുഞ്ഞും തമ്മിലാണ്. യേശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം 16-ാം തിരുവചനം. ഒരു പ്രധാനപ്പെട്ട വാക്യം, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. സാധാരണഗതിയിൽ അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുകയില്ല. പക്ഷേ ഇന്ന് മറക്കുന്ന അമ്മമാരുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കോട്ടയത്ത് ഒരു സ്ത്രീ 8 മാസം പ്രായമായ കുഞ്ഞിനെയും കൊണ്ട് ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങി. ബസ്സിൽ നിന്നിറങ്ങിയപ്പോൾ മൊബൈൽ ഫോൺ അടിച്ചു. മൊബൈൽ ഫോണിലൂടെ മറുപടിയും പറഞ്ഞ് നടന്നു, കുഞ്ഞിനെ സീറ്റേ വെച്ച് മറന്നിട്ട്. പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞ് കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ നിന്നും കുഞ്ഞിനെ കണ്ടുപിടിച്ച്, അമ്മ, ഒരമ്മയ്ക്ക് മറക്കാം ബലഹീന സാഹചര്യത്തിൽ. ചെറിയ വിലയ്ക്ക് മക്കളെ വിൽക്കുന്ന അമ്മമാരില്ലേ? ഭ്രൂണഹത്യയിലൂടെ കുഞ്ഞുങ്ങളെ കൊല്ലുന്നവരില്ലേ? അമ്മ മറന്നാലും ദൈവം മറക്കുകയില്ല. അതാണ് തമ്പുരാൻ പഠിപ്പിക്കുക. പറയുന്ന വാക്കുകൊണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? യേശുവിന് 740 വർഷം മുമ്പ് യേശയ്യ ഇത് പഠിപ്പിക്കുമ്പോൾ അമ്മമാർ മക്കളെ മുലപ്പാൽ കുടിപ്പിക്കുമായിരുന്നു. സാറ ഇസഹാക്കിനെ 3 വയസ്സ് വരെ മുലയൂട്ടി, പിന്നെ ഹൗസ് വാമിങ് പോലെ ആഘോഷം നടത്തിയെന്നാണ് പറയുക. ഇന്നെങ്ങാനും യേശയ്യ പത്തനംതിട്ട, റാന്നി, നമ്മുടെ തിരുവല്ല, ചെങ്ങന്നൂർ, കോട്ടയം ആ ഭാഗത്ത് എവിടെയെങ്കിലും വന്നാൽ, അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഈ വാക്ക് പറയാൻ പറ്റുമോ? ഇന്ന് കുഞ്ഞുങ്ങളെ മുല കുടിപ്പിക്കുന്ന അമ്മമാരുടെ എണ്ണം വളരെ കുറഞ്ഞു പോയി. ഇന്ന് ഗൾഫ്, യൂറോപ്പ്, അമേരിക്കൻ സംസ്കാരം വന്നപ്പം ചെറുപ്പക്കാരി പെണ്ണുങ്ങൾക്ക് പോലും തോന്നൽ, അമ്മയുടെ മുലപ്പാൽ കുടിച്ച് കൊച്ചു വളർന്നാൽ അമ്മയുടെ ശരീരത്തിന് ഷേപ്പ് പോകും. അതുകൊണ്ട് 3 മാസം പ്രായമായ കുഞ്ഞിൻ്റെ 4 ഇഞ്ച് വണ്ണമുള്ള വായിൽ 5 ഇഞ്ച് വണ്ണമുള്ള തമരുകമ്പി നിപ്പിളുകുപ്പി കുത്തിക്കയറ്റും. എരുമപ്പാൽ, ആട്ടുംപാൽ, പശുവും പാൽ. കുഞ്ഞിൻ്റെ തൊണ്ണയെ വരെ കുത്തി ഇറക്കിയിട്ട് പറയും, ഞൊട്ടി ഞൊണയടാ കുഞ്ഞിരാമ, ആഞ്ഞു വലിക്കടാ കൊച്ചുരാമ. അമ്മയുടെ മുലപ്പാൽ കുടിച്ചു വളർന്നാൽ ശരീരത്തിന് ഷേപ്പ് പോവും. കൊച്ചു കട്ടിലേക്ക് കിടന്ന് 2 കൈയും കാലൂട്ട് അടിച്ചുകൊണ്ട് പറയുക, വളർന്ന് വരട്ടടി, 20 വയസ്സാകട്ടെ, നിന്നെ ഷേപ്പ് ചെയ്യാൻ മൊത്തം മാറ്റിക്കോളാം. ചില പിള്ളേരും വരും, വളർന്നു വരുമ്പം അമ്മയെന്ന് വിളിക്കുകയല്ലോ, മേം, കാരണം ആട്ടുംപാലാ കുടിച്ച് വളർന്നു, അങ്ങനെയല്ലേ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെയാണ് പറയുക, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? അമ്മ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇപ്പോൾ ദാമ്പത്യ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ ഹോശേയ, അമ്മ കുഞ്ഞ് ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ യേശയ്യ. 3, എസെക്കിയേൽ. എസെക്കിയേൽ ആട്ടിടയനാണ്.
ആട്ടിടയൻ്റെ ഭാഷയിൽ എസെക്കിയേൽ ദൈവസ്നേഹത്തെ പഠിപ്പിച്ചു. 31 മുതൽ 39 വരെ അധ്യായങ്ങളിൽ എസെക്കിയേൽ പറയുന്നു, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. അന്ന് ചെന്നായ് ആടിനുമേൽ ചാടി വീഴുമ്പോൾ ചെന്നായെ നേരിട്ടിട്ട് ഇടയൻ മരിച്ചാലും ആടിനെ രക്ഷിക്കും, ഇടയന് മുറിവേറ്റാലും ആടിനെ രക്ഷിക്കും. അവിടെയാണ് പറയുക, ഇടയൻ ആടിനെ മറന്നാലും ദൈവം തൻ്റെ ജനത്തെ മറക്കില്ല. 4 ജെറമിയ പ്രവാചകൻ. അദ്ദേഹം മൺപാത്രം മെനയുന്ന കുശവൻ്റെ സമൂഹത്തിൽ നിന്ന് വരുന്ന പ്രവാചകനാണ്. അപ്പോൾ കുശവന്മാരുടെ ഭാഷയിലാണ് യെരമിയാവിൻ്റെ പ്രവചനം. 18-ാം അധ്യായത്തിൽ ജെറമിയ പ്രവാചകൻ പറയുകയാണ്, കുശവൻ താൻ മെനഞ്ഞെടുത്ത കുടത്തെ മറന്നാലും ദൈവം താൻ മെനഞ്ഞെടുത്ത മനുഷ്യനെ മറക്കുകയില്ല. കുശവൻ കുടത്തെ മറക്കാം, എങ്കിലും ദൈവം ജനത്തെ മറക്കുകയില്ല. ഇവരെല്ലാവരും പറഞ്ഞത് പരിശുദ്ധനായ സങ്കീർത്തകൻ 103-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ ഇങ്ങനെ സംഗ്രഹിച്ചു പറഞ്ഞത് മുഴുവൻ. സങ്കീർത്തനം 103:8. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. കർത്താവ് കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ദൈവത്തെക്കുറിച്ച് പറയാൻ മറ്റൊരു വാക്കില്ല, സ്നേഹനിധി. ബൈബിളിലെ ഒരു പ്രത്യേകത, പേരിട്ടാൽ പേര് പോലെ ഷെയ്പ്പ്, പേര് പോലെ പെരുമാറ്റം, പേര് പോലെ സ്വഭാവം. അത് ബൈബിളിൻ്റെ പ്രത്യേകതയാണ്. അർത്ഥമുള്ള പേരേ ഇടൂ, പിള്ളകളിക്ക് പേരിടുകയല്ലോ. ആദത്തിന് ഹൗവായിക്കും ഒരു മോനുണ്ടായി, ഇട്ട പേര് കായേൻ. കായേൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്പാദിച്ചു. ഇസ്മായേൽ, ദൈവം നിലവിളി കേട്ടു. ഇസഹാക്ക്, അവൻ ചിരിപ്പിക്കുന്നു. ജേക്കബ്, കാലെ പിടിച്ച് വലിക്കുന്നവൻ. തോമസ്, ഇരട്ട. ജോസഫ്, വളർത്തുന്നവൻ. യോഹന്നാൻ, ദൈവത്തിൻ്റെ ദാനം. അർത്ഥമുള്ള പേരേ ഇടൂ. നമ്മുടെ മലയാളി സമൂഹത്തിലാണ് ഈ പേരൊക്കെ ഇന്ന് കളിതമാശിന് പേരിടുന്നവരുണ്ട്, അർത്ഥമില്ലാത്ത പേര്. അപ്പനെ അമ്മയുടെ ആദ്യാക്ഷരം വെച്ച് മക്കൾക്ക് പേരിടുന്നത് നമ്മുടെ ശൈലിയാണ്. അപ്പൻ്റെ പേര് ആൻ്റണി, അമ്മയുടെ പേര് സ്മിത, ഉണ്ടായത് പെങ്കൊച്ച്, ഇട്ട പേര് ആസ്മ. ഇങ്ങനെയാണ് ഇട്ടിട്ട് പോവുക. അങ്ങനെ പേരിട്ട് പോയാൽ അപ്പൻ്റെ പേര് വേലായുധനെന്നും അമ്മയുടെ പേര് ശ്യാമളയെന്നും ഉണ്ടായത് പെങ്കൊച്ചുവാണെങ്കിൽ ഉഗ്രം പേരാണ്. ഇട്ടുപോകുന്ന സമൂഹം. പണ്ട് പേര് കേട്ടറിയാം, ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ. ഭാസ്കരൻ ഹിന്ദു, ബഷീർ മുസ്ലിം, തോമസ് ക്രിസ്ത്യാനി. ജാനകി ഹിന്ദു, സുഹറ മുസ്ലിം, മേരിക്കുടി ക്രിസ്ത്യാനി. ഇന്നറിയാൻ പറ്റുമോ? 3 ആൺപിള്ളേർ. ഒന്നാമത്തവൻ അനീഷ്, രണ്ടാമത്തവൻ സുനീഷ്, മൂന്നാമത്തവൻ ഫിനീഷ്. തീർന്നു. കല്യാണം കഴിഞ്ഞ് 1-ാം വർഷം ഒരു പെങ്കൊച്ചുണ്ടായി. ദൈവം തന്ന നിധിമോൾ. 2-ാം വർഷം പിന്നെയും വേണം, അയ്യോ വിധിമോൾ. 3-ാം വർഷം വീണ്ടും വേണം, അയ്യോ മതിമോൾ. 4-ാം വർഷം ഓർക്കാപ്പുറത്ത് പിന്നെയും വേണം, അയ്യോ ചതിമോൾ. ഇവിടെയാണ് തമ്പുരാൻ്റെ പേര് കൊടുത്തു. അവൻ കരുണാവാരിധിയും സ്നേഹനിധിയുമാണ്. ദൈവത്തിന് മറ്റൊരു പേരിടാനില്ല. സത്യം പറഞ്ഞാൽ ഈ സ്നേഹം നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ 5 ദിവസങ്ങളിൽ 4 സന്ധ്യകളിലും വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ ഒരുമിച്ച് വന്ന് വചനം കേൾക്കാനായിട്ടും ഇത്രയും തിരക്കും ബഹളവും ഉണ്ടെങ്കിലും സമയം കണ്ടെത്തി വരുന്നത് ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നിങ്ങളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. എപ്പോഴും മോശമായ വാക്ക് പറയുന്ന ഭർത്താവ്, പരിഭവിക്കുന്ന മക്കൾ, ആ വീട്ടിലും ഒരമ്മ ഗോതമ്പ് മണി പോലെ പൊടിയുന്നു. പരാതി പറയുന്ന ഭാര്യ, ഒരുപാട് ടെൻഷൻ, ആ വീട്ടിലും മെഴുകുതിരി പോലെ ഒരപ്പൻ ഉരുകുന്നു. ദൈവസ്നേഹത്തിൻ്റെ അഗ്നി ഉള്ളിലുള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുക. നിങ്ങളൊക്കെ നല്ല 1-ാം തരം വേഷം ധരിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ 2-3 അച്ഛന്മാർ ഏതോ അറബി നാട്ടിൽ നിന്ന് ഇറക്കുമതി ചെയ്തതുപോലെ, അന്യകത്തിൽ നിന്ന് പൊട്ടി വീണ പോലെ ഒരു പ്രത്യേക വേഷവും ധരിച്ചിരിക്കുന്നു. അമ്മയെ മോൻ മസ്കറ്റിൽ കൊണ്ടുവന്നു. എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് 1/2 മണിക്കൂർ ഡ്രൈവ്. കാറിനകത്തിരിക്കുന്ന അമ്മച്ചി ചിലിലൂടെ പുറത്തേക്ക് നോക്കിയിട്ട് സ്തുതിയോട് സ്തുതി. കാരണം നോക്കുന്നിടത്തെല്ലാം അറബി അച്ഛന്മാർ നിരന്ന് നിൽക്കുന്നു. ജൂൺ, ജൂലൈ, ഓഗസ്റ്റിലെ മഴക്കാലത്തും അമേരിക്കയിലെ യൂറോപ്പിലെ തണുപ്പത്തിൽ കുപ്പായം നല്ല രസമാണ്. ഇന്നലെ വരെ നല്ല രസമായിരുന്നു. ജർമ്മനിയിലായിരുന്നു ഞാൻ കഴിഞ്ഞ രാത്രി വരെ. ഇപ്പം നല്ല രസമുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് ചൂട്. ഇപ്പം ഈ ചൂടുകാലത്ത് ധരിക്കാമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. കുപ്പായത്തിന് ചൂടിനേക്കാൾ കഷ്ടമാണ് ചില മനുഷ്യരെയും മറ്റും പെരുമാറ്റം. ഞാൻ കൊല്ലപ്പെടുത്തൊരു പള്ളിയിൽ കൺവെൻഷൻ പ്രസംഗത്തിന് പോകുമ്പം ഒരു കൊച്ചു പെൺകുട്ടി എന്നെ ചൂണ്ടി അമ്മയോട് പറയുക, നോക്കുമ്പോൾ ദാണ്ടെ ഒരു മുടുത്ത ചെറുക്കൻ വലിയ നൈറ്റി ഇട്ടുകൊണ്ട് പോകണത് അമ്മച്ചി കണ്ടോ. ഞാനൊരു അവധിക്ക് വലിയ തോവാള കട്ടപ്പനെടുത്ത് തോവാള വീട്ടിൽ നിന്നും കോട്ടയത്തേക്ക് പോരുക. ഇപ്പം കോട്ടയം ബസ്സിൽ കയറി കുട്ടിക്കാനത്ത് എനിക്ക് ഇറങ്ങണം. ഇപ്പം 10-25 പേര് ബസ്സിനകത്തുണ്ട്. ഞാനിങ്ങനെ കുട്ടിക്കാനം ടിക്കറ്റ് എടുത്തു. എല്ലാവരും നല്ല ഉറക്കമാണ്, ഡ്രൈവറും കണ്ടക്ടറും ഞാനും ഒഴികെ. കാഞ്ചിയാർ എന്നൊരു സ്ഥലത്ത് വന്നപ്പോൾ ഒരു സ്ത്രീ 4 വയസ്സോളം പ്രായമുള്ള മോനെയും കൊണ്ട്
ബസ്സിനകത്ത് കയറി. അവർ മുണ്ടക്കയം ടിക്കറ്റ് എടുത്തു. ഞാൻ ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞ് 20 മൈൽ കഴിഞ്ഞ് അവർക്ക് ഇറങ്ങിയാൽ മതി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീയും ചെരിഞ്ഞ് കിടന്നുറങ്ങുന്നു. വണ്ടി കയറ്റം ഇറക്കം വളവ് കട്ടർ ചാടി പോവുക. ഇവനാണെങ്കിൽ ഉറങ്ങിയിട്ടില്ല. ഇവൻ കമ്പിയിലൂടെ അണ്ണാനെ പോലെ അള്ളിപ്പിടിച്ച് കയറുന്നു ഇറങ്ങുന്നു, ഭയങ്കര പ്രകടനം. ഞാൻ ഇവനെ നോക്കി 100 ചിരിച്ചു. അവൻ ചിരി ഇഷ്ടപ്പെട്ടു. അവൻ സാവധാനം തട്ടിമുട്ടി ഒട്ടി ഒരുമി എൻ്റെ അടുക്ക് വന്നു. അടിമുടി അവനെ സൂക്ഷിച്ചു നോക്കി. അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ശരീരഭാഗം ഈ കയറായിരുന്നു. അവൻ സാവധാനം വള്ളി കയ്യിലോട്ടെടുത്തു, ഇതിൻ്റെ തൊങ്ങലെടുത്തു. മുതിർന്ന ആൾക്കാരെ ഷേവ് ചെയ്യാൻ വേണ്ടി ബ്രഷിൽ ക്രീം പുരട്ടിയിട്ട് താടിയേലും മീശയിലും ഒരുമുന്ന പോലെ ഇവൻ വള്ളിയുടെ ഈ തൊങ്ങൽ ഭാഗം എടുത്തിട്ട് മൂക്കയിലും കണ്ണേലും ചുണ്ടേലും താടിയേലും ചെവിയേലും കിറിയേലും ഒരുമോടൊരുമ. കുട്ടിക്കാനമായി എനിക്ക് ഇറങ്ങണം. ഇവൻ ജീവൻ പോയ വള്ളിയെന്ന് പിടിയല്ല. എനിക്ക് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ? ഞാൻ വള്ളിയെ പിടിച്ച് വലിച്ചു. അവൻ പിടിവിട്ടു. ഞാൻ ഇവനെ പിടിച്ച് പയ്യെ തള്ളി. അവൻ അവൻ്റെ അമ്മയ്ക്കിട്ട് മുട്ടി നിന്നു. തള്ള ഞെട്ടി എഴുന്നേറ്റു. ഇവൻ കരയാൻ തുടങ്ങി. യാത്രക്കാരൊക്കെ എഴുന്നേറ്റു. നിർത്തിയ ബസ്സിൽ നിന്നും ഞാൻ സാവധാനം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവൻ എന്നെ ചൂണ്ടി അവൻ്റെ അമ്മയോട് പറയുക, നോക്കമ്മേ ദാണ്ടെ പശുമാമ്മ ഇറങ്ങിപ്പോന്നു. ഇതായിരുന്നു അവൻ്റെ കമൻറ്റ്. അപ്പോൾ ഏതോ ഒരു കമൻറ്റിന് വരെ നമുക്ക് ചിരിക്കാൻ പറ്റണോ? ദൈവസ്നേഹത്തിൻ്റെ അഗ്നി നമ്മുടെ ഉള്ളിൽ വേണം. അപ്പോൾ ഈ ദൈവത്തെ വിളിച്ചു അഭയശില. ദൈവത്തെ പാറയെന്ന് വിളിക്കാൻ 5 കാരണങ്ങൾ. അത് കാണുമ്പോൾ ഈ മണിക്കൂർ അവസാനിക്കുന്നു. ദൈവത്തെ ശില പാറയെന്ന് വിളിക്കാൻ 5 കാരണങ്ങൾ. പാറയ്ക്ക് 5 സ്വഭാവമുണ്ട്. അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. പാറയുടെ ഒന്നാമത്തെ സ്വഭാവം സ്ഥിരത. പാറ സ്ഥിരതയുള്ളതാണ്, ഉറച്ചതാണ് പാറ. സ്ഥിരത. ദൈവവും സ്ഥിരമായി സ്നേഹിക്കുന്ന ആളാണ്, ഉറച്ച സ്നേഹമാണ്. പാറയുടെ രണ്ടാമത്തെ പ്രത്യേകത വ്യവസ്ഥയില്ല. മഴയത്തും വെയിലത്തും ഒരുപോലെ ഇരിക്കും. പാറയ്ക്ക് വ്യവസ്ഥയില്ല. 3, പാറ ഒരു പദ്ധതിയാണ്. പർവ്വതങ്ങൾ, പാറക്കൂട്ടങ്ങൾ ദൈവം വെച്ച പദ്ധതികളാണ്. തകർക്കുമ്പോൾ പ്രപഞ്ചത്തിന് താളം പറയുന്നു, ഒരു പദ്ധതിയുണ്ട്. 4, പാറ ഒരു പരിപാലനയാണ്. ഹിമാലയത്തിൻ്റെ ശൃംഗങ്ങൾ ഇന്ത്യയെ പരിപാലിക്കുന്നു. വിന്ധ്യനും സഹ്യത്തിൻ്റെയും പർവ്വതമലകൾ കേരളത്തെ സംരക്ഷിക്കുന്നു. ആൽപ്സ് പർവ്വതം യൂറോപ്പിനെ പരിപാലിക്കുന്നു. പാറ ഒരു പരിപാലനയാണ്. 5, പാറ വ്യക്തിപരമായി ശ്രദ്ധിക്കുന്നു. ഒരു പാറയുടെ കീഴിൽ ചെന്ന് 100 പേർക്കും ഒരേ തണൽ. 1000 പേരും 1000 പേരും കുട ചൂടിക്കും. ഒരു പാറ വ്യക്തിപരമാണ്. ദൈവത്തിൻ്റെ സ്നേഹം എങ്ങനെയാണ്? 1, സ്ഥിരത. യേശയ്യ 54, 10-11 വാക്യങ്ങൾ. മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എൻ്റെ സ്നേഹം മാറുകയില്ല. സ്ഥിരത. ആണി അടിച്ചാലും സ്നേഹിക്കും, ചാട്ടി അടിച്ചാലും സ്നേഹിക്കും, മുഖത്ത് തുപ്പിയാലും സ്നേഹിക്കും, കുരിശി തറച്ചാലും സ്നേഹിക്കും. സ്ഥിരത. കുടിച്ചുഴപ്പുന്ന കെട്ടിയവനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യ, അവിശ്വസ്തയായ ഭാര്യയെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഭർത്താവ്, വഴിതെറ്റിയ മക്കളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ. ഞാൻ ഒമാനിൽ സലാലെ ധ്യാനിപ്പിച്ചപ്പോൾ കണ്ടു. 35 വയസ്സുള്ള ഭാര്യ ഭർത്താക്കന്മാർ, 2 മക്കൾ 14, 12 ആണും പെണ്ണും ഓട്ടിസം ബാധിച്ചതാണ്. പക്ഷേ അവർ അവധിയെടുത്ത് മാറിയിരുന്ന് ഈ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്നു. ഒരു പ്രതീക്ഷ അവരും തിരിച്ചില്ല. അങ്ങനെയുള്ള സ്നേഹം നമ്മളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, പാറ പോലെയുള്ള സ്ഥിരമായ സ്നേഹം. 2, വ്യവസ്ഥയില്ല. മഴയത്തും വെയിലത്തും ഒരുപോലെ ഇരിക്കുന്ന പാറ. ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ. അതുകൊണ്ടാണ് ലൂക്കോസ് 15:20 വിശുദ്ധ വേദപുസ്തകത്തിൽ സാധാരണ ഒരു വാക്യത്തിൽ 2 or 3 ക്രിയകൾ. പക്ഷേ ലൂക്കോസ് 15:20 ഒറ്റ വാക്യത്തിൽ 5 ക്രിയകൾ. മുടിയൻ പുത്രൻ തിരിച്ചു വരുമ്പോൾ പിതാവ് ചെയ്യുന്ന 5 പ്രവൃത്തികൾ. അവനെ കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വ്യവസ്ഥയില്ല. കണ്ട് മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. വ്യവസ്ഥയില്ല. വ്യവസ്ഥയില്ലാത്ത സ്നേഹം. മുടിയനായ പുത്രൻ വരുന്നത് നമുക്കറിയാം, പന്നിക്കുഴിയിൽ നിന്നാണ്. സോപ്പ് പിടിച്ചിട്ട് മോനെ തേച്ചിട്ടു ആ മണമുണ്ടെങ്കിൽ ഉമ്മ തരാമെന്നല്ല, ചെളിയോടെ മുത്തപ്പെടുന്നു. ക്രിക്കറ്റ് താരം ശ്രീശാന്ത് കോഴ വിവാദത്തിൽപ്പെട്ട് ഡൽഹി തീഹാർ ജയിലിൽ കിടക്കുമ്പോൾ ആ ദിവസങ്ങളിൽ വാതിക്കലത്തെ പള്ളി ഞാൻ ധ്യാനിപ്പിക്കുന്നു, ഹരിനഗർ പള്ളി. കിരൺ ബേദി തീഹാർ ജയിലിൻ്റെ ചാർജായ അന്ന് മുതൽ അച്ഛന്മാർക്കും ആത്മായർക്കും പ്രാർത്ഥനയുള്ളവർക്ക് ജയിലിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ കിരൺ ബേദി അനുവാദം കൊടുത്തിട്ടുണ്ട്. വൈകിട്ട് 4 മുതൽ 5:30 വരെ അച്ഛന്മാരും സിസ്റ്റേഴ്സും ലേ പീപ്പിളും കൂടി പ്രാർത്ഥിക്കാൻ ചെല്ലും. ഇപ്പം മലയാളത്തിൽ പ്രാർത്ഥിച്ചു. അവസാനം ജയിലിൽ നിന്ന് ശ്രീശാന്ത് ഇറങ്ങി വരുന്നത് സമ്പൂർണ്ണ ബൈബിൾ മാറോട് ചേർത്ത് പിടിച്ചാണ്. ഇന്നും ഹരിനഗർപ്പയുടെ വാതിക്കൽ ആ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ശ്രീശാന്ത് എന്ന് പറഞ്ഞ വാക്കുണ്ട്. ഒരു വിവാദം വന്നപ്പോൾ എല്ലാവരും എന്നെ മറന്നു, പക്ഷെ എന്നെ മറക്കാത്തത് ദൈവം മാത്രമെന്ന് വേദോത്സവനെ ഓർമ്മിപ്പിച്ചു. ഇപ്പം വ്യവസ്ഥയില്ലാത്ത സ്നേഹം എവിടെയെല്ലാം കാണുന്നു?
പാറയായ ദൈവത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നു. 3, പദ്ധതി. പാറ ദൈവം വെച്ചതൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ്. പാറമടകൾ തകരുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റുന്നു. അതാണ് കസ്തൂരികങ്ങൻ ഗാഡി റിപ്പോർട്ടുകൾ അവർ പറയുന്നത് സത്യമാണ്. എൻ്റെ കുഞ്ഞുനാളിലെ കട്ടപ്പനയല്ല ഇന്ന്, എന്തൊരു ചൂടും ബഹളവുമാണ്. പാറക്കൂട്ടങ്ങൾ തകർക്കുമ്പോൾ പ്രകൃതിയുടെ താളം തെറ്റും. ഒരു പദ്ധതി, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പദ്ധതിയുണ്ട്. ജെറമിയ 29:11. എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്, നിന്റെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതി, ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശ നൽകുന്ന പദ്ധതി. റോമാലേഖനം 8:28 പരിശുദ്ധനായ പൗലോസ് പറയും, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവൻ്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സമസ്തവും നന്മയ്ക്കായി ഒരുക്കുന്നു. 4, പരിപാലന. പർവ്വതങ്ങൾ കാലാവസ്ഥയെ പരിപാലിക്കുന്നു, കാറ്റിനെ തടയുന്നു, ചൂടിനെ തടയുന്നു. ഒരു വലിയ പരിപാലന പർവ്വതങ്ങൾ തരുന്നുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം പരിപാലിക്കുന്ന സ്നേഹമാണ്. എങ്ങനെ പരിപാലിക്കും? ആവർത്തന പുസ്തകം 32-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് ഡ്യൂട്രോണമി 32-ാം അധ്യായം 10 മുതൽ 12 വരെ. തള്ളക്കഴുകൻ അതിന് കുഞ്ഞിനെ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ പരിപാലിക്കും. കഴുകനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. തള്ളക്കഴുകൻ മുട്ടയിടുന്നത് പർവ്വതത്തിൻ്റെ മുകളിലും വൃക്ഷത്തിൻ്റെ ഉന്നത ശിഖരത്തിലുമാണ്. മുള്ളുകൊണ്ട് പുറത്ത് ഒരു ആവരണം, അകത്ത് തുണി, പുല്ല്. മുട്ടയിടും, 18 ദിവസം അടയിരിക്കും. 18-ാം ദിവസം കുഞ്ഞു കഴുകൻ തോടുകുത്തി പുറത്തേക്ക് ഇറങ്ങും. അമ്മ കഴുകൻ പറന്ന് നടന്ന് പോഷകാംശമുള്ള ഭക്ഷണം ശേഖരിച്ച് വായിൽ വെച്ച് ചവചരിച്ച് ജ്യൂസ് പോലാക്കും. കുഞ്ഞിൻ്റെ ചുണ്ട് അമ്മയുടെ വായിൽ കയറ്റി വെച്ചിട്ട് ഓസിലൂടെ വെള്ളം വിടുന്നത് പോലെ കുഞ്ഞിലേക്ക് ഭക്ഷണം പകർന്നു കൊടുക്കും. 45 ദിവസം കൊണ്ട് മേനി മുഴുകും, പപ്പ് മുളയ്ക്കും, ചിറ കുറയ്ക്കും. പക്ഷെ കുഞ്ഞ് പറക്കുകയില്ല. അപ്പോൾ തള്ളക്കഴുകൻ ഇരുമ്പ് പോലെ ബലമുള്ള ചുണ്ടുകൊണ്ട് കുഞ്ഞിനെ കൊത്തിയെടുത്തിട്ട് ആകാശത്തിൻ്റെ അനന്തത്തിലേക്ക് ഊരും. അങ്ങ് മോളിച്ചെൻ്റെ ഒറ്റ കുടച്ചിൽ ചുണ്ടയിൽ നിന്ന് പിടിവിടുന്ന കുഞ്ഞ് തലയും കുത്തി താഴോട്ട് വീഴുന്ന വഴിക്ക് കുഞ്ഞുകിടേ വളർത്തിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ആ പണി തന്നെ ഈ പണി. അപ്പോഴാണ് കുഞ്ഞിൻ്റെ 10 അടി വേഗത്തിൽ തള്ളക്കഴുകൻ പറന്നിറങ്ങും. തലയും കുത്തി വീഴുന്ന കുഞ്ഞ് അമ്മയുടെ ചിറകയില. 8 പ്രാവശ്യത്തെ ട്രെയിനിങ് കഴിയുമ്പോൾ അമ്മയ്ക്കൊപ്പമോ അമ്മയേക്കാൾ വേഗത്തിലോ കഴുകൻ്റെ കുഞ്ഞ് പറക്കാൻ പഠിക്കും. തള്ളക്കഴുകൻ പറക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം നമുക്ക് കണ്ണുനീരും പുഞ്ചിരിയും, സന്തോഷം, സങ്കടം, രോഗം, ആരോഗ്യം, ഉയർച്ച, താഴ്ച, ഇതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു പരിപാലനയുണ്ട്. മനക്കെട്ടിയുള്ളവരാക്കാൻ ദൈവം നമ്മളെ ഒരുക്കുന്ന വഴികളാണ്. 5, അവസാനമായി ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തിപരമാണ്. ഒരു പാറയുടെ കീഴിൽ 1000 പേര് എറിയാനും എല്ലാവർക്കും ഒരേ തണൽ, ഒരേ പ്രൊട്ടക്ഷൻ. ദൈവം നമ്മളെ വ്യക്തിപരമായി സ്നേഹിക്കുന്നു. ലൂക്കോസ് 12:22 മുതലുള്ള വാക്യങ്ങൾ. ഓരോ മുടിനാരും എണ്ണിയിരിക്കുന്നു, ഞാനറിയാതെ കിടക്കുകയില്ല, അത് കൊഴിയുകയില്ല. ഇത്രയും പേര് ഈ ദേവാലയത്തിൽ ഇരിപ്പുണ്ട്. എല്ലാവരുടെയും മൂക്കൊരിടത്ത്, കണ്ണൊരിടത്ത്, ചൊടിയൊരിടത്ത്. ഒരാളെ പോലെ മറ്റൊരാളില്ലല്ലോ. ചില ആൾക്കാർ വിരൽ പൊക്കി പിടിച്ചാൽ നടുക്ക് വിശാലമായൊരു വിടവ്. നമ്മൾ പറയും അയ്യോ പാവം, ഒന്നും കയ്യിലിരിക്കുകയല്ലോ. ചില ആൾക്കാർ വിരൽ പൊക്കി പിടിച്ചാൽ രാംകോസിമിൻ, ശങ്കർ, ചെട്ടിനാട്, ACC, അംബൂജ, ഡാൽമിയ എല്ലാം പുരട്ടതുപോലെ. നമ്മൾ പറയും പിശുക്കൻ പിശുക്കി, ഒരു കാശ് പോലും ചിലവാക്കത്തില്ലല്ലോ. ഇനി കയ്യിലെ രേഖകൾ വ്യത്യാസം. എല്ലാ കയ്യിലും രേഖ ഒരുപോലെയാണെങ്കിൽ പാവപ്പെട്ട കൈനോട്ടക്കാരൻ്റെ വയറ്റിപ്പിഴവ് എങ്ങനെ നടക്കും? കൈനോട്ടക്കാരൻ കയ്യെ പിടിച്ച് നോക്കിയിട്ട് പറയും സഹോദര സഹോദരി, സകലമാന രേഖകളും കാണുന്നു. ആയുർരേഖ, വിദേശരേഖ, സാമ്പത്തിക രേഖ, ആരോഗ്യരേഖ, ഭൂമധ്യരേഖ, എല്ലാ രേഖയും ഇവിടെ തന്നെയാണ്. സകല മണ്ഡലങ്ങളും മോശം. വ്യാഴമണ്ഡലം, ശുക്രമണ്ഡലം, ചൊവ്വാമണ്ഡലം, നിയോജക മണ്ഡലം എല്ലാം മോശമാണല്ലോ. വ്യാഴം കമന്ന് കിടക്കുന്നു, വെള്ളി മലന്ന് കിടക്കുന്നു, ശനി കുനിഞ്ഞു നിൽക്കുന്നു, ഞായർ ഞെളിഞ്ഞു നിൽക്കുന്നു. ഇത്രയും ഭാഗത്താണ് പ്രകടനം. ചില അവന്മാർ TV-യിൽ വാരബലം പറയുന്നത് കേൾക്കാം. എന്താ പറയുക? ഭരണി നാളി പറഞ്ഞ പെണ്ണുങ്ങളെല്ലാം അടുത്ത ഒരാഴ്ചക്കാലം മാങ്ങ ഉപ്പിലിടാൻ സാധ്യതയുണ്ട്. ഒരു മുഖം പോലെ മുഖമില്ല, സ്വരം പോലെ സ്വരമില്ല, കൈരേഖ പോലെ കൈരേഖയില്ല. ദൈവത്തിൻ്റെ സ്നേഹം ഇതാണ്, നമ്മളെ പരിപാലിക്കുന്ന സ്നേഹം, പാറപോലെ ഉറച്ച സ്നേഹം. ആ ഉറച്ച സ്നേഹത്തിലേക്ക് എൻ്റെ ജീവൻ്റെ ദശാംശം, ജീവിതത്തിൻ്റെ ദശാംശം, ജീവനെ മുഴുവനായി ഞാൻ വെച്ചു കൊടുക്കുമ്പോൾ കല്ലിനോടും മണ്ണിനോടുമല്ല, ജീവിക്കുന്ന ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുക. ആ ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുക. ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിക്കാം. ദൈവമായ കർത്താവേ, മാറ്റമില്ലാത്ത സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. വ്യവസ്ഥയില്ലാത്ത സ്നേഹത്താൽ ഞങ്ങളെ പൊതിയണമേ. ജീവിതയാത്രയിൽ ഇറങ്ങി വന്ന് കൂടെ നടന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥന കേട്ട് നാളിതുവരെ നയിച്ചതിനായി നന്ദി. ഇതുവരെ ഞങ്ങൾ എന്താണോ ദൈവകൃപയാലാണ്, നാളെ എന്തായിത്തീരുമോ ദൈവകൃപ തന്നെ. ഇപ്പോഴെന്തോ അതും കൃപയിൽ തന്നെ. മാനവും മഹത്വവും അവിടത്തേക്കുണ്ടാകട്ടെ.
കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടല്ലണമേ.